പോർട്ടർ അധ്യായം 23. ദീപയെ കണ്ടപ്പോൾ ശേഖർ വിളറി വെളുത്തുപോയി. പക്ഷേ ഫ്രാൻസിസ് അതൊന്നും കാര്യമാക്കിയില്ല. എൻ്റെ 3 ലക്ഷം രൂപ വാങ്ങിയിട്ട് നീ എന്നെ ചതിച്ചില്ലേ? നിനക്ക് ഇവിടെ സുഖമായി ജീവിക്കാമെന്ന് നീ കരുതിയോടെ നായേ. എന്നേക്കാൾ നിനക്ക് വേണ്ടത് ചന്തയിലെ കൂലിക്കാരനാണ് അല്ലേ? ഫ്രാൻസിസ് അലറുകയായിരുന്നു. രാജൻ ബാബുവും കൈലാസും ദീപയും ഡയറക്ടർ ശേഖറെ നോക്കി. ദീപയോടുള്ള പക മുഴുവൻ ശേഖറോട് തീർക്കുന്ന മട്ടിലായിരുന്നു അവർ. ശേഖറിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപമാനം അയാളുടെ സപ്തനാടികളും തളർത്തിക്കളഞ്ഞു. കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ഫ്രാൻസിസ് വിട്ടില്ല. ദീപ പുറത്തേക്ക് വലിഞ്ഞ് വാതിലടച്ചു. അവൾ പോയപ്പോഴാണ് ശേഖറിനെ സംസാരിക്കാമെന്നായത്. ഫ്രാൻസിസെ, പണം ഞാൻ തരാം. പക്ഷേ ശേഖറിന്റെ ശബ്ദം പതറി. എന്താടോ ഒരു പക്ഷേ? കൈലാസ് മുന്നോട്ടടുത്തുകൊണ്ട് ചോദിച്ചു. അയാൾ കൈവച്ചാൽ താൻ മരിച്ചു പോകുമെന്ന് ശേഖർ ഭയന്നു. ആ പണം ഞാൻ മറ്റു ബോർഡ് അംഗങ്ങൾക്കും കൊടുത്തു. ഞാൻ മാത്രമല്ല എടുത്തത്, ശേഖർ പറഞ്ഞപ്പോൾ രാജൻ ബാബു ഇടപെട്ടു. അത് താൻ വേറെ വല്ലയിടത്തും പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. കാശ് വാങ്ങിച്ച കഴിവേറിയോളൊക്കെ ഇപ്പോഴെവിടെയാ? ഞങ്ങളെ ചതച്ചിട്ട് ഈ ടൗണിൽ ജീവിക്കാമെന്ന് കരുതിയോ? ഇത് ഓഫീസാണ്, നിങ്ങളിവിടെ ബഹളം വയ്ക്കരുത്. ഞാൻ പോലീസിനെ വിളിക്കും. ശേഖർ ഫ്രാൻസിസിന്റെ പിടിയിൽ നിന്ന് കുത്തറിമാറാൻ ശ്രമിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ഭീഷണിപ്പെടുത്തി. വിളിക്കടോ പോലീസിനെ, ഞങ്ങൾ കാണാത്ത ഏതവനാ ഉള്ളതെന്നറിയട്ടെ. ഫ്രാൻസിസ് ഡയറക്ടറുടെ കോളറിനെ പിടിച്ചുലച്ചു. താനെന്താ പറഞ്ഞത്? പോലീസിനെ വിളിക്കുമെന്നോ? കൈലാസ് ശേഖറിന്റെ താടിക്ക് പിടിച്ചു. താൻ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? കൈലാസ് ശേഖറിന്റെ കരണത്ത് ഒറ്റയടി. എന്നെ തല്ലരുത്, ഞാനൊരു ഹാർട്ട് രോഗിയാണ്, മരിച്ചു പോകും. ശേഖർ കരഞ്ഞു. ഞങ്ങളുടെ പണം കിട്ടാതെ തന്നെ കൊല്ലൂല, കൈലാസ് പറഞ്ഞു. നിങ്ങൾ നാളെ വീട്ടിൽ വരൂ, എനിക്ക് അല്പം സാവകാശം തരണം. ഇവിടെ വെച്ച് എന്നെ അപമാനിക്കരുത്. മുഴുവൻ രൂപയും ഞാൻ തരാം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. ശേഖറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ പോർട്ടറെ ഇവിടെ നിന്ന് എടുത്തു കളയാൻ പറ്റില്ല നിങ്ങൾക്ക്. നിങ്ങളല്ലേ ഡയറക്ടർ? രാജൻ ബാബു ചോദിച്ചു. പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്നെയും അവരെടുത്ത് കളയും. പണമിടപാടിന്റെ കാര്യത്തിൽ കമ്പനിയുടെ പാർട്ട്നേഴ്സിന് സംശയമുണ്ട്. ഇപ്പോൾ ദീപ എല്ലാം മനസ്സിലാക്കി. നിങ്ങളിവിടെ വന്ന് ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ദീപ വിശ്വസിക്കില്ലായിരുന്നു. ശേഖർ ഫ്രാൻസിസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കൈലാസ് എടുത്ത് മുഖം തുടച്ചു. വസ്ത്രങ്ങൾ നേരെയാക്കി. കൂടുതലൊന്നും പറയണ്ട, നാളെ ഞങ്ങൾ തന്റെ വീട്ടിൽ വരും. പണം തന്നില്ലെങ്കിൽ ഭാര്യയുടെയും മക്കളുടെ മുന്നിൽ വെച്ച് തല്ലി മേടിക്കും. ഫ്രാൻസിസ് ശേഖറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവർ പോയപ്പോൾ ശേഖർ കസേരയിലേക്ക് കുഴഞ്ഞു വീണു. AC-യുടെ തണുപ്പുണ്ടായിട്ടും ശേഖർ വിയർത്തൊഴുകി. ഫ്രാൻസിസും കൈലാസും രാജൻ ബാബുവും താഴേക്കുള്ള സ്റ്റെയർ കേസ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മാർക്കറ്റിംഗ് മാനേജർ ക്യാബിൽ നിന്ന് ദീപയും വിജയനും ഇറങ്ങി വന്നത്. വിജയന്റെ കയ്യിൽ കുറെ ഫയലുകൾ ഉണ്ടായിരുന്നു. വിജയനും ദീപയും അവരെ കണ്ടെങ്കിലും യാതൊരു ഭാവവും ഉണ്ടായില്ല. തന്റെ സ്ഥാനത്താണ് വിജയൻ ഇപ്പോൾ. ഓർത്തപ്പോൾ ഫ്രാൻസിസിന് അസൂയയും പകയും ഉണ്ടായി. തന്റെ ഭാര്യയായിരിക്കണമെന്ന് മോഹിച്ചവളാണിപ്പോൾ ആ കൂലിക്കാരന്റെ കൂടെ നടക്കുന്നത്. രാജൻ ബാബുവിന് സഹിച്ചില്ല. അയാൾ മുഖം തിരിച്ച് താഴേക്കിറങ്ങിപ്പോയി. വിജയനെ ഇങ്ങനെ കാണുന്നത് അവർക്ക് സഹിക്കുന്നില്ല. അവരുടെ പോക്ക് കണ്ട് ദീപ പുഞ്ചിരിച്ചുകൊണ്ട് വിജയനെ നോക്കി. എനിക്ക് എങ്ങനെ ദീപയോട് നന്ദി പറയണമെന്നറിയില്ല, വിജയൻ പറഞ്ഞു. അവർ ദീപയുടെ ക്യാബിനിലേക്ക് ചെന്നു. നന്ദിയുടെയും കടപ്പാടിന്റെയും ആവശ്യമൊന്നുമില്ല. ദീപ അവളുടെ എക്സിക്യൂട്ടീവ് കസേരയിൽ ഇരുന്നു. അവളുടെ പിന്നാലെ ഭിത്തിയിൽ കൊടുത്ത പശുവിന്റെയും മാതാ കാറ്റിൽ ഫീഡ് നിറച്ച പക്കറ്റിന്റെയും ചിത്രമുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുൽമേട്. വിജയൻ ഇരിക്കൂ. അവൾ അഭിമുഖമായിരുന്ന കസേരയിലേക്ക് കൈ ചൂണ്ടി. അയാൾ ഇരുന്നു. MBA-ക്കാരെല്ലാം വൈറ്റ് കോളർ ജോലിക്കാരാണ്. സൂട്ടും ടൈയും കെട്ടി ലോകത്തിലുള്ള ബിസിനസ്സുകളെല്ലാം തന്റെ തലയിലൂടെയാണ് ഓടുന്നത് എന്ന് കരുതുന്നവർ, ദീപ പറഞ്ഞു. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത് ഈ മാസ്റ്റർ ഡിഗ്രിയും അതിലപ്പുറത്തും കൈയുള്ളവരാണ്. എന്നിട്ടും ഇവിടുത്തെ ഭൂരിഭാഗം ബിസിനസ്സുകളും പരാജയത്തിലാണ്. അതേസമയം യാതൊരുവിധ പരിശീലനവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കുറെ വലിയ ഉദ്യോഗസ്ഥന്മാർ ശരീരമനങ്ങാതെ തലകൊണ്ട് മാത്രം ജോലി ചെയ്യുന്നവർ വന്നപ്പോഴാണ് ആ സ്ഥാപനങ്ങളൊക്കെ പരാജയപ്പെടാൻ തുടങ്ങിയത്. ഇതൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. വിജയൻ അവളെ നോക്കിയിരുന്നു. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദമുള്ള നിങ്ങൾ പോർട്ടറായി ജോലി ചെയ്തത് എനിക്ക് അത്ഭുതമായാണ് തോന്നിയത്. ഇന്റർവ്യൂവിന് വന്നപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് ഒന്നാന്തരമായിരുന്നു. കൂലിപ്പണി ചെയ്യുമ്പോഴും ചുറ്റുമുള്ള സ്ഥാപനങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും നിരീക്ഷണവും കടന്നു ചെന്നുവെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിവുള്ളവരെ തള്ളിക്കളഞ്ഞ് സ്വന്തക്കാരെയും പോക്കറ്റ് നിറച്ച് തരുന്നവരെയും സ്ഥാനമാനങ്ങൾ നൽകി ഉയർത്തുന്നവരാണ് നമ്മുടെ ആളുകൾ. വലിയവരുടെയും ചെറിയവരുടെയും സ്വഭാവം ഇതുതന്നെ. വിജയന്റെ തന്റെ ഇടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ബോർഡ് അംഗങ്ങൾക്കും എനിക്ക് നന്ദിയുള്ളത് എൻ്റെ ഡാഡിയോടാണ്. ഞാൻ വിജയനെപ്പറ്റി പറഞ്ഞപ്പോൾ ഡാഡി അത് മനസ്സിലാക്കി. ആ കാര്യത്തെ ചൊല്ലി എൻ്റെ അങ്കിൾ ബാബുരാജുമായി പിണങ്ങുകയും ചെയ്തു. അറിയില്ലേ, ഇപ്പോൾ പോയ രാജൻ ബാബുവിൻ്റെ അച്ഛൻ? എനിക്കറിയാം, വിജയൻ ശിരസിളക്കി. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടാക്കുകയാണ്. ഐ മീൻ ബിസിനസ്. നമ്മുടെ പ്രോജക്റ്റ് നല്ലതാണ്.
മാർക്കറ്റിലെ മത്സരത്തെ അതിജീവിച്ച് കച്ചവടം കൂട്ടണം. അതിന് വിജയൻ എന്നെ സഹായിക്കണം. വിജയൻ ദീപയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാനും ഡാഡിയും അഡ്വക്കേറ്റ് ഈശ്വരമൂർത്തിയും വിജയനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടു പോന്നത്. ഇനി വിജയൻ ഒരു എക്സിക്യൂട്ടീവിന്റെ രീതിയിൽ ജീവിക്കണം. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. വിജയൻ ഒരു ഫിയറ്റ് കാർ തരുന്നു. സ്വന്തമായി ഉപയോഗിക്കാം. അല്പം പഴയതാണ്, എന്നാലും കണ്ടീഷനാണെന്നാണ് നമ്മുടെ മെക്കാനിക്ക് പറഞ്ഞത്. പുതിയതൊന്ന് വരുന്നത് വരെ അത് ഉപയോഗിക്കാം, ദീപ പറഞ്ഞു. തനിക്ക് കാറ്? വിജയന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. വണ്ടിത്താവളത്തിൽ അതൊരാഘോഷമായിരുന്നു. വിജയന്റെ വീടിന് മുന്നിൽ കിടന്ന വെളുത്ത ഫിയറ്റ് കാറിന് ചുറ്റും കാളിദാസും കൂട്ടുകാരും പാട്ടുപാടി നൃത്തം ചെയ്തു. സഖാവ് രാഘവൻ ഇതൊന്നും കണ്ട് ഇളകിയില്ല. വിജയന്റെ ബുദ്ധി വിലയ്ക്ക് വാങ്ങാനുള്ള ബൂർഷ കുത്തക മുതലാളിയുടെ കച്ചവട തന്ത്രമാ ഈ സമ്മാനങ്ങളൊക്കെ. ദിനേശ് ബീഡി പുകച്ചുകൊണ്ട് സഖാവ് രാഘവൻ വിജയന്റെ ചുമലിൽ തട്ടി അഭിനന്ദിച്ചു. ബൂർഷ ആണെങ്കിലും തന്നെ കണ്ടുപിടിക്കാൻ ഒരാളുണ്ടായല്ലോ. ഞാൻ ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരിധിയിൽപ്പെടാത്ത പലതും ഉണ്ടെന്ന് തോന്നിപ്പോകുന്നടാ. തന്റെ സന്തോഷം ഞങ്ങളുടേതാണ്. താൻ വലിയ ആളാകുമ്പോഴും ഈ വണ്ടിത്താവളത്തിലെ തെണ്ടികളെ മറക്കരുത്. എന്താ രാഘവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? വിജയൻ ചോദിച്ചു. ഒന്നുമില്ലടാ, മനസ്സിനിപ്പോഴൊരു സുഖം തോന്നുന്നു. താനെങ്കിലും രക്ഷപ്പെടുമല്ലോ. വിപ്ലവം മാത്രമല്ലടോ ജീവിതം. സഖാവ് രാഘവൻ ചിരിച്ചു. എല്ലാവർക്കുമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് മുറ്റത്തെ ഡെസ്കുകളിൽ നിരത്തുകയായിരുന്നു സതിയും സരസ്വതിയും മറ്റു സ്ത്രീകളും. ശ്രീദേവി എല്ലാം കണ്ടുനിന്നു. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ, അകലെ നഗരത്തിലെ ദീപമാലകൾ. മേശപ്പുറത്ത് നിരത്തിയ ഗ്ലാസുകളിൽ കാളിദാസൻ റം പകർന്നു. ആഘോഷത്തിന്റെ ചാർജ് അയാൾക്കായിരുന്നു. ഒരു കന്നാസ് ചാരായം ഉണ്ടായിരുന്നു. എല്ലാവരും തീറ്റയും കുടിയുമായി ആഘോഷത്തിലായിരുന്നു. എല്ലാവർക്കും എല്ലാവരെയും പരിചയമില്ലായിരുന്നു. കൂടെ കൊലയാളിയായ ഗിരിദാസും മറ്റു രണ്ടുപേരും ചേർന്നു. ആരും അവരെ തിരിച്ചറിഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ വിജയനിലും അയാളുടെ അടുത്ത് നിൽക്കുന്ന സുന്ദരികളായ സതിയും സരസ്വതിയിലുമായിരുന്നു. ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവർ. ഗിരിദാസ് കൂടെയുള്ളവരെ നോക്കി, പിന്നെ വാച്ചും. എന്തോ ഒരു അടയാളം പോലെയായിരുന്നു അത്. ട്രെയിൻ കൂകിപ്പാഞ്ഞ് സ്റ്റേഷനോടടുക്കുന്ന ശബ്ദം. പെട്ടെന്ന് വണ്ടിത്താവളത്തിലെ ലൈറ്റുകൾ അണഞ്ഞു. അധ്യായം 24. വെളിച്ചത്തിന്റെ മുകളിലേക്ക് ഇരുട്ട് മറിഞ്ഞു വീണതുപോലെയായിരുന്നു. ഒരു സ്തംഭനാവസ്ഥ, നിശബ്ദത. 1 മിനിറ്റ് കഴിഞ്ഞാണ് ചലനമുണ്ടായത്. അത് ഇരുട്ടിൽ കുതിച്ച ഗിരിദാസിന്റെ ചലനമായിരുന്നു. മേശ തട്ടിമറിച്ചുകൊണ്ടയാൾ വിജയനെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. ഗ്ലാസുകളും പാത്രങ്ങളും മറിയുകയും ആളുകൾ ചിതറിയോടുകയും ചെയ്തു. സ്ത്രീകളുടെ ശബ്ദങ്ങളും. വിജയനെ ലക്ഷ്യമാക്കി അയാൾ കത്തി വീശിയതാണ്. പക്ഷേ ആ കൊത്ത് വായുവിലായിപ്പോയി. വിജയൻ മാറിക്കളഞ്ഞു. ഗിരിദാസ് മുന്നോട്ട് വേച്ചു വീണുപോയി. നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആരും ഓടണ്ട, വിളക്ക് ഉടനെ കത്തിക്കാം. കാളിദാസന്റെ ശബ്ദം. വെളിച്ചത്തിനാണോ പ്രയാസം? വെളിച്ചം നമുക്കൊരു പ്രശ്നമാണോടാ? ആരോ ഒരാൾ പറഞ്ഞതിനോടൊപ്പം ചാരായക്കൊപ്പി ഡെസ്കിലേക്ക് കമഴ്ത്തി. പിന്നെ തീപ്പെട്ടി കത്തിച്ചു. ചാരായത്തിന് പിടിച്ച തീ നീലയായി കത്തി. ആ വെളിച്ചത്തിൽ ചലിക്കുന്ന നിഴലുകൾ പോലെ ആളുകളെ വിജയൻ കണ്ടു. അപ്പോഴൊരാൾ തന്റെ നേരെ കുതിച്ചു വരുന്നത് അയാൾ കണ്ടു. അപരിചിതനായ അയാൾ അടുത്തെത്തുന്നതിന് മുമ്പേ വിജയൻ അയാളെ തട്ടി. അയാൾ കൈ ഉയർത്തിയപ്പോഴേക്കും മറ്റു 2 പേർ കൂടി അടുത്തെത്തി. സതിയുടെ കരച്ചിൽ. അവളെ ആരോ പിടിച്ചതുപോലെ. പെട്ടെന്ന് ടോർച്ചിന്റെ വെളിച്ചം അവിടേക്ക് വന്നു. വിജയൻ തന്റെ ചുറ്റിലുമുള്ളവരെ നോക്കി. ആരടാ നീ? രാഘവേട്ട, കാളിദാസ, വിജയൻ വിളിച്ചു. ഒരു വിളക്ക് തെളിഞ്ഞു. വിജയനെ തള്ളി മാറ്റിയിട്ട് ഗിരിജ ആളുകൾക്കിടയിലേക്ക് ഓടി. വിജയൻ ചുറ്റും നോക്കി. മറ്റുള്ളവരെയും കണ്ടില്ല. കറണ്ട് വന്നു. എന്താ വിജയ? കാളിദാസൻ ഓടി വന്നു. വണ്ടിത്താവളത്തിലില്ലാത്ത ആരാ ഇവിടെ വന്നത്? അത് ആരാ? കാളിദാസൻ ചുറ്റും നിന്നവരോട് ചോദിച്ചു. അവർ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. വിജയൻ വിളറിയ പോലെ നിൽക്കുകയായിരുന്ന സതിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. നീ എന്താ കരഞ്ഞത്? എന്നെ ആരോ പിടിച്ചു. അവൾ പറഞ്ഞത് മനസ്സിലാണ്. ശബ്ദം പുറത്തു വന്നില്ല. സതി ഒന്നും പറയാതിരുന്നതിൽ നിന്നും എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലായി. വിജയൻ കൂടുതലൊന്നും അവളോട് ചോദിച്ചില്ല. വിജയ, ആരാ ഇവിടെ വന്നത്? രാഘവേട്ടൻ ചോദിച്ചു. എനിക്കറിയില്ല, വിജയൻ പറഞ്ഞു. വണ്ടിത്താവളത്തിലില്ലാത്ത ആരോ ഇവിടെ വന്നോന്നൊരു സംശയം. എങ്ങനെയാ കറണ്ട് പോയത്? എനിക്കറിയില്ല. ആരാടാ എൻ്റെ വിജയൻ മോന്റെ പരിപാടി കലക്കാൻ വന്നത്? ഒരു കുപ്പിയും കയ്യിൽ പിടിച്ച് കാളിദാസന്റെ അച്ഛൻ വന്നു. വേച്ചു വീഴാൻ തുടങ്ങിയ അച്ഛനെ സരസ്വതി പിടിച്ച് കസേരയിലിരുത്തി. ഞങ്ങളിൽ ആരെയെങ്കിലും തൊട്ടാൽ തട്ടിക്കളയും ഞാൻ. ആ മെലിഞ്ഞ മനുഷ്യൻ കഴിയുന്നത്ര ശക്തിയായി പറഞ്ഞെങ്കിലും നേർത്തൊരു ശബ്ദമേ പുറത്തു വന്നുള്ളൂ. അയാൾ കസേരയിൽ ചാരി കണ്ണടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കൂർക്കം വലിക്കാൻ തുടങ്ങി. മോനെ, വല്ല കള്ളന്മാരോ പിടിച്ചുപറിക്കാരോ വന്നതാണോ? ശ്രീദേവി വന്ന് വിജയനോട് ചോദിച്ചു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, കാളിദാസൻ പറഞ്ഞു. തക്കം കിട്ടുമ്പോൾ മാലയോ വളയോ തട്ടിക്കൊണ്ടോടാൻ നമ്മളറിയാതെ കൂടിയതായിരിക്കും. സതിയെ പിടിച്ചെങ്കിലും നിലവിളിച്ചതുകൊണ്ട് അയാൾക്ക് മാല പറിക്കാൻ കഴിഞ്ഞില്ല. വിജയൻ സതിയെ നോക്കി. അവൾ അപ്പോഴും ഷോക്കിൽ നിന്ന് മുക്തയാകാതെ നിൽക്കുകയായിരുന്നു. കുറെ ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. ഞങ്ങൾ റോഡിലെല്ലാം നോക്കി, ആരെയും കണ്ടില്ല കാളിദാസ. കാളിദാസന്റെ കൂട്ടുകാർ പറഞ്ഞു. കൈലാസം അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് SP വന്നത്.
ഡാഡി, ആ പോർട്ടർ മാതാ കാറ്റിൽ ഫീഡിന്റെ സ്റ്റാഫായിരിക്കുകയാണ്. ഉയർന്ന ഉദ്യോഗം, വലിയ ശമ്പളം, സ്വന്തം കാറ്. ഡാഡിയുടെ നേരെ അവൻ യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധം ചെയ്യുകയാണെന്നോ? നിന്നോട് ഇത് ആര് പറഞ്ഞു? SP ചോദിച്ചു. ആരെങ്കിലും പറയണോ? അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റുപിടിച്ചു. മകൻ വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് സന്തോഷിക്കുകയാണമ്മേ ഡാഡി. മകളുടെ കമന്റ്. ഷട്ടപ്പ്, SP അലറി. എല്ലാവരും നടുങ്ങിപ്പോയി. ഭാര്യ എന്തോ പറയാനായി തുടങ്ങിയപ്പോൾ അദ്ദേഹം കൈചൂണ്ടി മുരണ്ടു. നിന്നോടാ ശബ്ദിക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ ആരും മിണ്ടിയില്ല. മുറിയിലേക്ക് ചെന്ന SP ഫോണിൽ സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയെ വിളിച്ചു. എടോ, ഞാൻ മരിക്കണോ അതോ അവൻ മരിക്കണോ? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? SP നടന്നതൊക്കെ പറഞ്ഞു. താൻ വാക്ക് പറഞ്ഞിട്ട് എന്തായി? സാർ, ഇന്നലെ ഒരു അറ്റംപ്റ്റ് നടന്നതാ, പിഴച്ചുപോയി. ഇതങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? പറ്റിയ അവസരം വരണ്ടേ? എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ, കണക്ക് കൂട്ടലുകൾ പിഴച്ചാൽ സാറിനെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. സാറ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇന്നലെ ആർക്കും സംശയമുണ്ടാകാതെ അവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ വിജയൻ മരിച്ചാൽ കൊന്നത് സാറോ ഞാനോ ആണെന്നേ എല്ലാവരും കരുതുകയുള്ളൂ. പത്രക്കാരും പ്രതിപക്ഷ കക്ഷിക്കാരും എന്തെങ്കിലും ഒരു പ്രശ്നത്തിനായി കാത്തിരിക്കുകയാണെന്ന് സാറിന് അറിയില്ലേ? ഇപ്പോൾ തന്നെ പത്രക്കാർ എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം നടക്കുകയും വേണം, സാറിന് അപകടം ഉണ്ടാവുകയും ചെയ്യരുത്. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. സർക്കിൾ ചാണ്ടി പറഞ്ഞപ്പോൾ SP ആശ്വാസം തോന്നി. ഈ കാര്യം നമുക്ക് ഫോണിൽ സംസാരിക്കേണ്ട സാർ. വിളിച്ചാൽ മതി, ഞാൻ വരാം, ചാണ്ടി പറഞ്ഞു. SP കാർ ട്രാഫിക് സിഗ്നൽ കാത്തു കിടന്നപ്പോൾ തൊട്ടടുത്ത് ഒരു ഫിയറ്റ് കാർ വന്നു നിന്നു. ഡ്രൈവ് ചെയ്യുന്ന ആളെ അദ്ദേഹം കണ്ടു. സുമുഖനായ ചെറുപ്പക്കാരൻ, വിജയൻ. മാർക്കറ്റിലെ പോർട്ടറാണ് അതെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പിൻസീറ്റിൽ ചാരിക്കിടക്കുന്ന SP വിജയനും കണ്ടു. കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ ഒരു അഗ്നിസ്ഫുലിംഗം ചിതറിയതുപോലെ. തന്റെ മകൻ. ട്രാഫിക് സിഗ്നൽ മാറി. വിജയൻ കാർ മുന്നോട്ടെടുത്തു. SP അവനെ ഒന്നുകൂടി നോക്കിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. രാത്രി 2 മണിക്ക് റോഡിൽ CI ചാണ്ടി കാത്തുനിന്നു. ലൈറ്റിടാതെ ജീപ്പ് റോഡിനരികിൽ നിന്നു. ഒപ്പം പോലീസുകാരും. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വാഹനത്തിന്റെ പ്രകാശം കണ്ടു. ചുവന്ന മാരുതി കാർ അടുത്തു വന്നു. CI ചാണ്ടി കൈ കാണിച്ചു. വാഹനം നിന്നു. എന്താ ഇത്? ഞാനാ കൈലാസ്. കൈലാസ് പുറത്തേക്ക് തലനീട്ടി പറഞ്ഞു. ഞങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട്. വണ്ടികളെല്ലാം ചെക്ക് ചെയ്യണം. എന്തിന്? ഡ്രൈവർ സീറ്റിനടിയിലിരുന്ന രാജൻ ബാബു ചോദിച്ചു. മയക്കുമരുന്നുമായി ഒരു കാർ വരുന്നുവെന്നാണ് മെസ്സേജ്. ഇത് കാറല്ലല്ലോ, വാനല്ലേ? കൈലാസ് ചോദിച്ചു. ഞങ്ങൾ അത്യാവശ്യമായി ഒരു ഫ്രണ്ടിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ബ്ലഡ് കൊടുക്കണം. അവൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എന്തായാലും ഞങ്ങൾക്ക് പരിശോധിച്ചേ പറ്റൂ. സെർച്ച്. CI പോലീസുകാരോട് നിർദ്ദേശിച്ചു. തന്നോടല്ലേ മാറാൻ പറഞ്ഞത്? എന്നെ പരിശോധിക്കണോ? തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. കൈലാസ് അലറി. ചാണ്ടി കുലുങ്ങിയില്ല. എതിർത്താൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നെ നീ പറഞ്ഞ തൊപ്പിയൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന് നിന്റെ ഡാഡിക്കറിയാം. അത് കേട്ട് കൈലാസ് പതറി. പോലീസുകാർ സൈഡിലെ വാതിൽ ബലമായി വലിച്ചു തുറന്നു. അകത്ത് കിടന്ന സ്ത്രീ ഞെട്ടി എഴുന്നേറ്റു. അവൾ നഗ്നയായിരുന്നു. ആ സർപ്പസുന്ദരിയെ CI ചാണ്ടി കണ്ടു. സ്വർണം പൊതിഞ്ഞതുപോലെയായിരുന്നു അവൾ. അധ്യായം 25. ചുവന്ന മാരുതി വാനിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ വന്ന സ്ട്രീറ്റ് ലൈറ്റിലാണ് ആ സ്ത്രീയെ കണ്ടത്. പെട്ടെന്ന് വസ്ത്രങ്ങൾ വാരിയെടുക്കാൻ ശ്രമിക്കുന്നു അവൾ. 20 വയസ്സിലധികം പ്രായമില്ലാത്ത കൊഴുത്തുരുണ്ട പെൺകുട്ടിയാണെന്ന് CI ചാണ്ടി കണ്ടു. ചാണ്ടി കൈലാസിനെയും രാജൻ ബാബുവിനെ നോക്കി. പോലീസുകാർ ആർത്തിയോടെ അവളെ നോക്കുകയായിരുന്നു. തൊടുത്ത അവയവങ്ങളും വലിയ കണ്ണുകളുമാണ് അവൾക്ക്. ഇരുട്ടിലും അവളുടെ രൂപം വ്യക്തമായിരുന്നു. പെൺകുട്ടിയുടെ അപ്പുറത്ത് ഉണ്ടായിരുന്ന ആളും വസ്ത്രങ്ങൾ നേരെയാക്കുന്ന തിരക്കിലായിരുന്നു. ടോർച്ച് കയ്യിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ അകത്തേക്ക് തെളിച്ചു. അവളെ വെളിച്ചത്തിൽ കാണാനുള്ള ആർത്തി കൂടെ ഉണ്ടായിരുന്നു അയാൾക്ക്. ഫ്രാൻസിസിന്റെ മുഖം ചാണ്ടി കണ്ടു. ഫ്രാൻസിസ് കൈത്തലം കൊണ്ട് മുഖം മറച്ചു. പെൺകുട്ടി അവളുടെ ചുരിദാർ ധരിച്ചു കഴിഞ്ഞിരുന്നു. കൈലാസ് വാനിൽ നിന്ന് ചാടിയിറങ്ങി. മിസ്റ്റർ ചാണ്ടി, നിങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾ പോകുക. കൈലാസ് വാനിന്റെ ഡോർ വലിച്ചടച്ചു. ആ പെൺകുട്ടിയെ കാഴ്ചയിൽ നിന്ന് മറച്ചു. പോകാടാ, രാജൻ ബാബുവിനോട് പറഞ്ഞിട്ട് കയറാൻ തുടങ്ങിയ കൈലാസിന്റെ ചുമലിൽ ചാണ്ടി പിടിച്ചു. എല്ലാവരും ഒന്ന് ഇറങ്ങിക്കേ. ഞങ്ങൾക്ക് ഈ വണ്ടി പരിശോധിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം. എന്തിനു വണ്ടി പരിശോധിക്കണം? നിങ്ങൾക്ക് കാണാനുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? കൈലാസ് ദേഷ്യപ്പെട്ടു. നീ കേറടാ, അയാളോട് എന്തിനാ സംസാരിക്കുന്നത്? രാജൻ ബാബു ദേഷ്യപ്പെട്ടു. വാനിൽ കയറാൻ തുടങ്ങിയ കൈലാസിനെ ചാണ്ടി ബലമായി മാറ്റി നിർത്തി. കൈലാസ് കൈ തട്ടിക്കളഞ്ഞു. താൻ പോടോ. താൻ ചെന്ന് ഡാഡിയോട് പറ ഞാനൊരു പെണ്ണിനെയും കൊണ്ടുപോയെന്ന്. തന്നെ ഞാൻ ഭാര്യയും മക്കളെയും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മാറ്റും, നോക്കിക്കോ. ചാണ്ടിക്ക് ദേഷ്യം വന്നു. അയാളുടെ തനിനിറം പുറത്തു വന്നു. നീ എന്നെ ഏത് മറ്റിടത്തേക്കെങ്കിലും മാറ്റിക്കോ. പക്ഷേ നിങ്ങളെ പിടിച്ച് ലോക്കപ്പിലിടാനും കേസെടുക്കാനും എനിക്ക് കഴിയും. പത്രക്കാർക്ക് ഒരു ഹോട്ട് ന്യൂസ് കൊടുക്കാനും. അത് ഞാൻ ചെയ്യുന്നില്ല. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് താൻ. പക്ഷേ എനിക്ക് ഈ വാൻ പരിശോധിച്ചേ പറ്റൂ. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. CI ചാണ്ടി പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണെന്ന് കൈലാസിനറിയാം. അയാൾ സ്വരം മാറ്റി അപേക്ഷിച്ചു. സാറേ, ഞങ്ങൾ കള്ളക്കടത്തുകാരൊന്നുമല്ല.
ഒരു അബദ്ധത്തിൽ പെട്ടുപോയി. ഈ പെണ്ണിനെ വേഗം തിരിച്ചു വിടണം. അവൾക്ക് ട്രെയിനിൽ പോകാനുള്ളതാണ്. ട്രെയിനിന്റെ സമയമായി. പ്ലീസ് ഞങ്ങളെ വിടണം. പോലീസുകാരും സിയുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ കാത്തു നിൽക്കുകയായിരുന്നു. കൈലാസേ, എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ വാൻ പരിശോധിക്കാൻ 5 മിനിറ്റ് മതി. അതിനുള്ളിൽ ഒരു ട്രെയിനും പോകില്ല. തുടക്കത്തിലേ അത് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പോകാമായിരുന്നു. ചാണ്ടി വാതിൽ തള്ളി തുറന്നു. ഇറങ്ങടാ വെളിയിൽ. ചാണ്ടി തന്നെ ഞാൻ. കൈലാസ് ചാണ്ടിയെ തള്ളി മാറ്റി. അടിക്കാനായി കൈ വീശി. ചാണ്ടി ആ കൈ തടുത്തിട്ട് അവനെ റോഡിലേക്ക് തള്ളി. പോലീസുകാർ എല്ലാവരെയും വെളിയിലിറക്കി. അകത്തെ ലൈറ്റിട്ടു. ആ പെൺകുട്ടിയുടെയും രാജൻ ബാബുവിന്റെയും ഫ്രാൻസിസിന്റെയും വിളറിയ മുഖങ്ങൾ ചാണ്ടി കണ്ടു. പോലീസുകാർ വാനിനുള്ളിൽ പരിശോധന തുടങ്ങി. പിന്നിലെ സീറ്റിനടിയിൽ നിന്ന് അവരൊരു ബാഗ് പുറത്തെടുത്തു. കൈലാസും രാജൻ ബാബുവും ഓടാൻ തുനിഞ്ഞപ്പോൾ ചാണ്ടി പിന്നിൽ നിന്ന് കൊളറിൽ പിടിച്ചു നിർത്തി. എന്റെ കയ്യിൽ തോക്കുണ്ടെന്നത് മറക്കണ്ട. 2 പേരുടെയും കാലിനെ വെടിവെച്ചിട്ടാൽ എന്നെ ആരും ശിക്ഷിക്കില്ല. പക്ഷേ പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് നടക്കില്ല. CI പറഞ്ഞപ്പോൾ ആരും അനങ്ങിയില്ല. പോലീസുകാർ ആ ബാഗ് തുറക്കുകയായിരുന്നു. അതിൽ നിന്ന് 10 പ്ലാസ്റ്റിക് കവറുകൾ പുറത്തെടുത്തു. അതിനുള്ളിലെ പൊടി ചാണ്ടി പരിശോധിച്ചു. ഹെറോയിൻ. ഇത് എത്രയുണ്ട്? ചാണ്ടി ഫ്രാൻസിസിനോട് ചോദിച്ചു. 1 കിലോ. അവൻ അറിയാതെ പറഞ്ഞുപോയി. സാർ, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാം. എല്ലാവർക്കും കൂടി 5 ലക്ഷം തരാം. പ്ലീസ് ഞങ്ങളെ വിടണം, ഉപദ്രവിക്കരുത്, കൈലാസ് പറഞ്ഞു. ചാണ്ടി അവന്റെ മുഖമടച്ച് ഒരടി കൊടുത്തു. കൈലാസിനെ ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. വായിൽ ചോര നിറഞ്ഞത് അയാൾ അറിഞ്ഞു. എന്റെ നേരെ കൈയുയർത്തിയവനല്ലേ നീ? നിന്റെ ധൃതി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ചരക്കുണ്ടെന്ന്. ഇനി നിനക്ക് ഒരു ട്രെയിനും പോകണ്ടല്ലോ. നീ നിന്റെ ഡാഡിയുടെ ജോലിയും കളയുമല്ലോടാ. ചാണ്ടി കൈലാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സാർ, ഞാൻ കാല് പിടിക്കാം. അയാൾ കൈകൂപ്പി ദയനീയമായി പറഞ്ഞു. നീ എന്നെ ഭാര്യയും മക്കളെയും കാണാൻ പറ്റാത്തിടത്തേക്ക് സ്ഥലം മാറ്റുന്നവനല്ലേ? സാറേ, അറിവില്ലായ്മ കൊണ്ട് അബദ്ധം പറഞ്ഞതാണ്, രാജൻ ബാബു പറഞ്ഞു. ഷട്ടപ്പ്. ചാണ്ടി മുരണ്ടു. തന്തമാര് അഴിമതിയും അക്രമവും കൊണ്ട് പണമുണ്ടാക്കുന്നു. മക്കൾ കള്ളക്കടത്തും രാജ്യദ്രോഹവും നടത്തി പണമുണ്ടാക്കുന്നു. അതൊക്കെ അബദ്ധമാണ് അല്ലേടാ? ചാണ്ടി ചോദിച്ചു. രാജൻ ബാബു തലകുനിച്ചു. സാറേ, എനിക്കൊരു തെറ്റ് പറ്റി. ഇത് പുറത്തറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ചാണ്ടിയുടെ മുന്നിൽ വന്ന് കരഞ്ഞു. എന്താടി നിന്റെ പേര്? അനിത. എവിടെയാ നിന്റെ വീട്? ഇവിടെ തന്നെയാ. ആരാ നിന്റെ പേരൻസ്? അവൾ വല്ലാതായി. എന്താടി, നിനക്ക് തന്തയും തള്ളയും ഇല്ലേ? ചാണ്ടിയുടെ ശബ്ദം കനത്തു. സാർ, അവൾ പ്രേംദേവയുടെ മകളാ, ഫ്രാൻസിസ് പറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ടാണ്. പ്രശസ്തമായ ഹോട്ടലാണ് ചാണ്ടിയുടെ ഓർമ്മയിൽ വന്നത്. ഹോട്ടൽ പ്രേംദേവയുടെ ഉടമസ്ഥനോ? അതെ സാർ, ഫ്രാൻസിസ് പറഞ്ഞു. അനിത തലകുനിച്ചു നിന്ന് കരയുകയായിരുന്നു. നീ എങ്ങനെയാടി വീട്ടിൽ നിന്ന് ചാടിയത്? ചാണ്ടി ചോദിച്ചു. സാർ, പഠിക്കുവാനുള്ള സൗകര്യത്തിനായി അനിത കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. നീ പഠിക്കുന്നത് കാമശാസ്ത്രമാണോടി? ചാണ്ടി ചോദിച്ചു. അനിത മിണ്ടിയില്ല. നിന്റെയൊക്കെ അഴിഞ്ഞാട്ടം കണ്ടാണ് പാവപ്പെട്ട കുട്ടികളും പഠിക്കുന്നത്. പണത്തിന്റെ മുകളിൽ കിടന്ന് പുളയ്ക്കുന്ന നീയൊക്കെ മാന്യമായി വ്യഭിചരിക്കുന്നു. സാധുക്കളായ ഏതെങ്കിലും പെൺകുട്ടികൾ ഒരു ചുരിദാറിന് വേണ്ടി തെറ്റ് ചെയ്താൽ അവളെ എല്ലാവരും കൂടി ചീത്തയായി മുദ്രകുത്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു. നിങ്ങളുടെ പേരൻസും അറിയട്ടെ മക്കൾ പഠിക്കുന്ന കോഴ്സുകൾ എന്തൊക്കെയാണെന്ന്. കയറടി ജീപ്പിൽ. സാർ, അനിതയോടൊപ്പം കൈലാസം നിലവിളിച്ചു പോയി. എല്ലാവരെയും ജീപ്പിൽ കയറ്റി. ചാണ്ടി നിർദ്ദേശിച്ചു. ചാർലി. സാർ, ഹെഡ് കോൺസ്റ്റബിൾ വിളി കേട്ടു. താൻ ഈ വാൻ ഓടിച്ചുകൊണ്ട് പോരെ. ഇനി ഇത് നമ്മുടെ കസ്റ്റഡിയിലാണ് സാർ. CI ചാണ്ടിയുടെ ഫോൺ വരുമ്പോൾ SP കൃഷ്ണദാസ് ഉറക്കത്തിലായിരുന്നു. കൈലാസ് അറസ്റ്റിലാണെന്ന് കേട്ട് കൃഷ്ണദാസ് ഞെട്ടി. സാർ, 1 കോടിയുടെ ബ്രൗൺ ഷുഗറാണ് പിടിച്ചിരിക്കുന്നത്. ഇവരുടെ പിന്നിൽ വലിയൊരു റാക്കറ്റുണ്ട്. ഞാനെന്ത് ചെയ്യണം? നാർക്കോട്ടിക് SPക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഓഫീസിൽ നിന്നാണ് ഹൈവേ ചെക്ക് ചെയ്യാൻ മെസ്സേജ് വന്നത്. ചാണ്ടി പറഞ്ഞു. ഇവർ അകത്തു പോയാൽ പിന്നെ പുറത്തു വരില്ല. സാറിന് അറിയാമല്ലോ. ചാണ്ടിയുടെ വാക്കുകൾ കേട്ട് SP കൃഷ്ണദാസ് വിയർത്തുപോയി. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് തന്നെ ഉറ്റുനോക്കുന്ന ഭാര്യയോട് അയാൾ ദേഷ്യപ്പെട്ടു. കേട്ടോടി, നിന്റെ പുന്നാരമോൻ അറസ്റ്റില. കൂടെ 1 കിലോ മയക്കുമരുന്നും. പ്രേംദേവയുടെ മോളുമുണ്ട്. കേസ് 1 അല്ല 2. നാണക്കേട് മാത്രമല്ല, ജാമ്യം കിട്ടാതെ അവൻ ജയിലിലാകും. അത് കേട്ട് വേണി ഭയന്നുപോയി. നമ്മുടെ മോനോ? അല്ല, നിന്റെ. SP പല്ല് ഞെരിച്ചു. വേണി ഭയന്നുപോയി. കൈലാസിൽ നിന്ന് അങ്ങനെയൊന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അധ്യായം 26. ആരാ വിളിച്ചത്? ആരാ മോനെ അറസ്റ്റ് ചെയ്തത്? വേണി ഉത്കണ്ഠയോടെ. ബെഡ്റൂമിലെ AC-യുടെ തണുപ്പിലും ഭാര്യയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നത് SP കൃഷ്ണദാസ് കണ്ടു. CI ചാണ്ടി. അയാൾ നമ്മുടെ മോനെ അറസ്റ്റ് ചെയ്തെന്നോ? അറിയാതെ ആയിരിക്കും. മറ്റാരെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കും. അല്ല. കൃഷ്ണദാസ് അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. നീ സൊസൈറ്റിയും ക്ലബ്ബുകളുമായി നടക്കുമ്പോൾ മക്കൾ എങ്ങനെയാണ് വളരുന്നതെന്ന് അറിയുന്നുണ്ടോ? അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയല്ലായിരുന്നോ നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി? ദേ,
എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേണി ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഭർത്താവിനെ നോക്കി. അവരുടെ ഉറക്കച്ചടവെല്ലാം പോയി. നിങ്ങൾ ചെയ്തതുപോലെ മക്കളുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത വൃത്തികേടുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എല്ലാം ഞാൻ മറക്കാനും സഹിക്കാനും ശ്രമിക്കുകയാണ്. ഇനി എന്നെ കുറ്റപ്പെടുത്തി മിടുക്കനാകാൻ ശ്രമിക്കുകയാണോ? എന്നാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നുകൂടി നിന്റെ പുന്നാരമോൻ ഉണ്ടാക്കിയിരിക്കുന്നു. അവനെയും അവന്റെ കൂട്ടുകാരെയും വാനിലൊരു പെണ്ണുമായി പോലീസ് പിടിച്ചെന്ന് SP അതേ സ്വരത്തിൽ പറഞ്ഞു. അവരുടെ ഫ്രണ്ട്സ് വല്ലവരുമായിരിക്കും. എന്തെങ്കിലും പാർട്ടിയോ മറ്റോ കഴിഞ്ഞു വരികയായിരിക്കും. ഇതിലെന്താ ഇത്ര പ്രശ്നം? പോലീസുകാർക്ക് ആരെയാ പിടിക്കാൻ പാടില്ലാത്തത്? ഈ നട്ട പാതിര കഴിഞ്ഞാണോടി പാർട്ടി? കൂട്ടുകാരുടെ ഇടയിലിരുന്ന ആ പെണ്ണിന് തുണിയില്ലായിരുന്നു, അറിയാമോ നിനക്ക്? അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. വേണി അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇനിയും അറിയണോ നിനക്ക്? ആ വാനിൽ നിന്ന് 1 കിലോ ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തു. 1 കോടി രൂപയാ അതിന്റെ അന്താരാഷ്ട്ര മാർക്കറ്റ്. ജാമ്യം പോലും കിട്ടാതെ ഇവന്മാരെല്ലാം അകത്താകം എന്ന് തൊട്ടാടി നിന്റെ പുന്നാരമോൻ കള്ളക്കടത്തുകാരനായത്. അവൻ ചോദിക്കുന്നതെല്ലാം ഇവിടെ നിന്നും കൊടുക്കുന്നില്ലേ? ഇനി അവനെന്താ അധോലോക രാജാവാകാൻ പോകുകയാണോ? അതോ ഇതിന്റെ പിന്നിലും നിന്റെ അഡ്വൈസ് ഉണ്ടോ? വേണിക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മകൻ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുക നേരാണോ ഈ പറയുന്നത്? വേണിയുടെ ശബ്ദം പതറി. നിനക്ക് ചാണ്ടിയെ വിശ്വാസമല്ലേ? വിളിച്ചു ചോദിക്ക്. എല്ലാവന്മാരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നേരിട്ട് സംസാരിക്കാം. വേണി ഫോണിന് നേരെ നോക്കി സംശയിച്ചു നിന്നു. SP തുടർന്നു. ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടാ ചാണ്ടി ഈ സമയത്ത് വാൻ തടഞ്ഞത്. അയാളുടെ സ്വഭാവം അറിയാമല്ലോ. തലനാരിഴ കീറി പരിശോധിക്കുന്ന ആളാണ്. ഇൻഫർമേഷൻ കൊടുത്തത് ആന്റി നാർക്കോട്ടിക് വിങ്ങിൽ നിന്നാണോ എന്ന് അയാൾക്ക് സംശയമുണ്ട്. 1 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചത് അയാളുടെ സർവീസ് ഗുണമാണ്. മാത്രമല്ല പബ്ലിസിറ്റി കൊടുത്ത് ഷൈൻ ചെയ്യുകയുമാകാം. പക്ഷെ നമ്മുടെ മകനായതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ പത്രക്കാരെങ്ങാനും മണത്തെറിഞ്ഞ് എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നു. ഈ സമയത്ത് പത്രക്കാരെങ്ങനെ അറിയാനാണ്? ഏതെങ്കിലും കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞാൽ പോരെ? പത്രക്കാർക്ക് അങ്ങനെ ചില ഏജന്റുമാരുണ്ട്. SP മകന് മയക്കുമരുന്ന് കള്ളക്കടത്ത് പത്രക്കാർക്ക് ഹോട്ട് ന്യൂസ് ആയില്ലേ? കൃഷ്ണദാസ് ചോദിച്ചു. അങ്ങനെ ഒരുത്തനും ഹോട്ട് ന്യൂസ് ആക്കണ്ട. ഞാൻ വിളിക്കാൻ ചാണ്ടിയെ. വേണി ഫോണിനടുത്തേക്ക് ചെന്നു. കൈ നീട്ടി റിസീവർ എടുക്കാൻ തുടങ്ങിയപ്പോൾ അത് ശബ്ദിച്ചു. വേണി ഞെട്ടി കൈ പിൻവലിച്ചു. ചാണ്ടിയായിരിക്കും വീണ്ടും വിളിക്കുന്നത്. എടുത്തു നോക്ക്, കൃഷ്ണദാസ് നിർദ്ദേശിച്ചു. ഒന്ന് അറച്ചിട്ടാണെങ്കിലും വേണി ഫോൺ എടുത്തു. ഹലോ, SP വീടാണോ? ആ ശബ്ദം CA ചാണ്ടിയുടേതല്ലെന്ന് വേണി മനസ്സിലാക്കി. അതെ, ആരാണ്? എനിക്ക് അത്യാവശ്യമായി SP കിട്ടണം. അദ്ദേഹത്തിന്റെ മിസ്സിസ് ആണോ? അതെ, നിങ്ങൾ ആരാണ്? ഞാൻ ദേവ. അദ്ദേഹം ഉറക്കത്തില. എന്താണ് ഈ രാത്രിയിൽ? നാളെ വിളിക്കൂ. അത് പറ്റില്ലല്ലോ മാഡം, അത്യാവശ്യമാണ്. എനിക്ക് അദ്ദേഹത്തെ കിട്ടിയേ തീരൂ. ഞാൻ പ്രേംദേവയാണ്. അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. വാണിക്ക് മനസ്സിലായി. പോലീസ് പിടിച്ച പെണ്ണിന്റെ അച്ഛനാണ്. വാണി മൗത്ത് പീസ് മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. പ്രേംദേവയാണ്. അത്യാവശ്യമായി SP വേണമെന്ന്. SP കൈനീട്ടി റിസീവർ വാങ്ങി. പ്രേംദേവ എന്താണ് പറയുന്നതെന്നറിയാനായി വേണി കാത് ഫോണിനടുത്തേക്ക് കൊണ്ടുവന്നു. SP കൃഷ്ണദാസ് മന്ത്രിച്ചു. സാർ, വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചില്ലേ? പ്രേംദേവയുടെ ശബ്ദം. തനിക്കെന്താ വേണ്ടത്? സാറേ, സാറിന്റെ മോൻ എന്ത് അക്രമമാ കാണിച്ചത്? ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. എൻ്റെ മാനം പോയില്ലേ? ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? എൻ്റെ മോളെ അവൻ കേസിൽ കുടുക്കി. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടോ. എന്താണ് ഈ പറയുന്നത്? അവരെ എങ്ങനെയെങ്കിലും ഇറക്കണം. സാറിൻ്റെ മോനും കൂട്ടുകാർക്കും നാർക്കോട്ടിക് ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് ആ കേസിൽ എൻ്റെ മകളും കുടുങ്ങും. ഇത് ചതിയാണ്. എൻ്റെ മോളുടെ ലൈഫ് കൊടുങ്ങട്ടടോ. അവരൊന്നിച്ചല്ലേ ആ ബിസിനസ് നടത്തുന്നത്. സാറേ, എൻ്റെ സമനില തെറ്റി നിൽക്കുക. അനാവശ്യം പറയരുത്. നിങ്ങളുടെ മക്കൾ താന്തോന്നികളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെയല്ല എൻ്റെ മോള്. ഞാൻ അവളെ അന്തസ്സായിട്ടാ വളർത്തിയത്. എൻ്റെ മോളെ അവർ ചതിച്ചതാ. 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ മോളെ വീണ്ടും കിട്ടണം. ഞാൻ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത് മറ്റാരും അറിയുന്നതിന് മുമ്പ് തീർത്തില്ലെങ്കിൽ സാറിനും കുറച്ചില്ല. പിള്ളേരെല്ലാം ജയിലിൽ പോകും. എൻ്റെ മോൾ അകത്ത് പോയാൽ പിന്നെ ഞാൻ അതിന് കാരണക്കാരായവരെയൊന്നും വെറുതെ വിടില്ല. കൊന്നുകളയും ഞാൻ. സാറിന് എന്നെ അറിയാമല്ലോ. ഇവിടുത്തെ മിനിസ്ട്രിയിൽ മാത്രമല്ല, ഡൽഹിയിൽ വരെ എനിക്ക് പിടിയുണ്ട്. വേണ്ടത്ര ആൾബലമുണ്ട്. വികാരധീനനായി ഒറ്റ ശ്വാസത്തിലാണ് പ്രേംദേവ അത് പറഞ്ഞത്. അത് കേട്ടുനിന്ന വേണിക്ക് ചൊറിഞ്ഞു കയറി. അവർ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. മകനെ അങ്ങനെ കുറ്റപ്പെടുത്തിയത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ താൻ ഡൽഹിയിൽ നിന്ന് പിടിക്കടോ? പ്രേംദേവയുടെ കരണത്ത് അടിക്കൊടുക്കുന്നത് പോലെ വേണി പറഞ്ഞു. തൻ്റെ മോള് അത്ര പരിശുദ്ധയാണെങ്കിൽ ഹോസ്റ്റലിൽ കിടന്നുറങ്ങുകയില്ലായിരുന്നോ? തുണിയില്ലാതെ 2-3 ചെറുപ്പക്കാരുടെ കൂടെ ഇരിക്കുമായിരുന്നോ? അതുകൊണ്ട് താൻ മകളുടെ ഗുണങ്ങളൊന്നും പറയണ്ട.
തന്നെ പോലുള്ളവര് കുറെ പെൺമക്കളെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് കൊണ്ടാണ് നല്ല കുടുംബത്തിലെ ആൺപിള്ളേര് ചീത്തയാകുന്നത്. അന്തസ്സുള്ള പെൺപിള്ളേര് വീട്ടിലിരിക്കുമടോ, അല്ലാതെ. വായിൽ വന്നത് വേണി നിർത്തി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പ്രേംദേവയുടെ നാവ് അനങ്ങിയില്ല. വേണി ഫോൺ വെച്ചു. നീ ഫോൺ വെച്ചതെന്തിനാ? SP ചോദിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാ പിതാക്കന്മാർക്കും നിയന്ത്രണം വിടും. ആ വൃത്തികെട്ടവനോട് സംസാരിക്കണ്ട. അവന്റെ പെണ്ണ് ചാടിപ്പോയതിന് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് കണ്ടോ? അയാൾ വലിയ സ്വാധീനമുള്ളവനാണ്. MP വന്ന് മോളെ ഇറക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. വേണി പറഞ്ഞു. എങ്ങനെ ഞാനിനി പോലീസുകാരുടെ മുഖത്ത് നോക്കും? SP വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എങ്ങനെയും കൈലാസിനെ ഇറക്കണം. കേസാക്കരുത്. മയക്കുമരുന്ന് നശിപ്പിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട്? വേണി പറഞ്ഞു. പക്ഷേ ഈ സമയം കൊണ്ട് മറ്റാരൊക്കെ ഇതറിഞ്ഞുവെന്ന് ആർക്കറിയാം? ഒരു വാർത്ത പരക്കുന്നതിന് നിമിഷനേരം വേണ്ട. SP പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വേണി ഫോൺ ചെയ്തു. ലൈൻ എൻഗേജ്ഡ് ആയിരുന്നു. അവർ ദേഷ്യത്തോടെ ഫോൺ വെച്ചു. വേണിയും വരാന്തയിലേക്ക് വന്നു. ഗേറ്റിൽ പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ട്. ഉടനെ അവിടെ ഒരു വെളിച്ചം വീണു. ഒരു കാർ പാഞ്ഞു വന്ന് ഗേറ്റിന് മുന്നിൽ നിന്നു. അതൊരു ഫോറിൻ കാറായിരുന്നു. അത് കള്ളക്കടത്തുകാരായിരിക്കുമോ? വേണി സംശയം പ്രകടിപ്പിച്ചു. കൃഷ്ണദാസ് ഭാര്യയെ നോക്കി. 1 കോടിയുടെ മയക്കുമരുന്ന് കൈലാസിനെ ഏൽപ്പിച്ചവർ അത് നഷ്ടപ്പെട്ടാൽ വെറുതെ ഇരിക്കുമോ? വേണിയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. SP ഗേറ്റിന് നേരെ നോക്കി. ആ കാറിന്റെ ലൈറ്റുകൾ മിന്നിക്കൊണ്ടിരുന്നു. അധ്യായം 27. ലൈറ്റുകൾ മിന്നിക്കൊണ്ടിരിക്കുന്ന ആ ഫോറിൻ കാറിന് നേരെ നോക്കിയപ്പോൾ അത് മയക്കുമരുന്ന് ലോബിയുടേതാണോ എന്ന സംശയം SP കൃഷ്ണദാസിനും ഉണ്ടായി. 1 കോടി രൂപയുടെ ബ്രൗൺ ഷുഗർ നഷ്ടപ്പെടാൻ അവർ സമ്മതിക്കുമോ? തന്റെ മകനും കൂട്ടുകാരുമാണ് അവരുടെ ഏജന്റുമാർ. ആ ലോബിയുടെ പിന്നിൽ ഏതൊക്കെ സിംഹങ്ങളും തിമിംഗലങ്ങളുമാണെന്നുള്ളതെന്നറിയില്ല. അവർ സംശയിച്ചു നിൽക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് കാറിന് പിന്നിൽ വന്നു നിന്നു. പാറാവ് നിന്ന പോലീസുകാരൻ അവരോട് ഗേറ്റിന്റെ അടികളിലൂടെ സംസാരിക്കുന്നത് കാണാം. അത് സർക്കിൾ ചാണ്ടിയ രാത്രിയിൽ കൂടുതൽ കാഴ്ചയുള്ള വേണി പറഞ്ഞു. പാറാവുകാരൻ വന്ന് ഭവ്യതയോടെ പറഞ്ഞു. സാർ, ചാണ്ടി സാറാണ്. സാറിനെ കാണണമെന്ന് പറയുന്നു. ആ കാറിൽ ആരാ? അറിയില്ല സാർ. ചാണ്ടി സാറിന് അറിയാം. അവർ സംസാരിക്കുന്നത് കണ്ടു. പോലീസുകാരൻ പറഞ്ഞു. വരാൻ പറയൂ. SP അനുവദിച്ചു. താൻ അന്വേഷിച്ച CI ചാണ്ടി നേരിട്ട് വന്നപ്പോൾ വേണിക്കും ആശ്വാസമായി. പാറാവുകാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു. കാറും ജീപ്പും മുറ്റത്ത് വന്നു നിന്നു. CI ചാണ്ടി ഇറങ്ങി സല്യൂട്ട് ചെയ്തു. തിളങ്ങുന്ന കാറിൽ നിന്നിറങ്ങിയ ചുവന്ന തുടുത്ത തടിച്ച കുറുകിയ മനുഷ്യനെ SP തിരിച്ചറിഞ്ഞു. അയാൾ സ്നേഹവും പരിഭ്രാന്തിയും കലർന്ന മുഖത്തോടെ കൈകൂപ്പി. വിരലുകളിൽ രത്ന മോതിരങ്ങളുണ്ടായിരുന്നു. ഭർത്താവിന് അയാളെ പരിചയമുണ്ടെന്ന് കണ്ട് വേണി മന്ത്രിക്കുന്നത് പോലെ ചോദിച്ചു. അതാരാ? പ്രേംദേവ. ഇയാളാണോ? വേണി ആ മനുഷ്യനെ നോക്കി. നീ അയാളോട് വഴക്കിടാനൊന്നും തുനിയണ്ട, SP ഓർമ്മിപ്പിച്ചു. പ്രേംദേവ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. സാർ, പിള്ളേര് ചെയ്തത് തെറ്റ് തന്നെയാണ്. അക്ഷന്തവ്യമായ തെറ്റ്. പക്ഷേ അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അയാൾ ആകെ തളർന്ന മട്ടിലായിരുന്നു. വേണിയോടായി പ്രേംദേവ പറഞ്ഞു. മേഡം, എങ്ങനെയെങ്കിലും ഇത് കേസാക്കാതെ അവസാനിപ്പിക്കണം. നാളെ ഇത് നാട്ടുകാർ അറിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. മേഡത്തിനും മകനെ അങ്ങനെ ഒരു കേസിൽ കൊടുക്കാൻ കഴിയുമോ? ആ മനുഷ്യന്റെ വിഷമം വേണിക്ക് മനസ്സിലായി. അവർക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. സഹതാപമായി. വേണി ഭർത്താവിനെ നോക്കി. എടോ, പെണ്ണുകേസല്ല ഇവിടെ പ്രശ്നം, മയക്കുമരുന്നാണ്. SP പറഞ്ഞു. സാർ, എൻ്റെ മോൾക്ക് അതുമായി മനസാ വാച അറിയില്ല. കൈലാസാണ് അവളെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത്. അവരാണ് അവൾക്ക് ലഹരി കൊടുത്ത് മയക്കിയത്. അവൾ ഡ്രഗ്സിന് അടിമയാണെന്ന് ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. എല്ലാം എൻ്റെ കുറ്റമാ. ഞാൻ അവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. പണം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ മറന്നുപോയി. പ്രേംദേവ കരയാൻ തുടങ്ങി. SP സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയെ നോക്കി. ഞാൻ ചോദ്യം ചെയ്തു. അനിതയ്ക്ക് ആ വാനിൽ മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന അറിയില്ലെന്ന് തോന്നുന്നു. അത് കൊണ്ടുവന്നത് രാജൻ ബാബുവാണ്. ഫ്രാൻസിസും കൈലാസും അതിൻ്റെ പാർട്ട്നേഴ്സ് ആണ്. കാര്യമായി ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല, ചാണ്ടി പറഞ്ഞു. പിടിച്ച കൂട്ടത്തിൽ അനിത കൂടി ഉള്ളതുകൊണ്ട് അവളെ മാത്രം ഒഴിവാക്കാനും പറ്റില്ല. മാത്രമല്ല, പോലീസുകാർക്കെല്ലാം അറിയാം. സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്ര പണം വേണമെങ്കിലും മുടക്കാം. എല്ലാ പോലീസുകാർക്കും പണം കൊടുക്കാം. എൻ്റെ മോളെ എനിക്ക് വേണം. അവളെൻ്റെ മോളല്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല, പ്രേംദേവ അപേക്ഷിച്ചു. എൻ്റെ ഭാര്യ ഞാൻ എങ്ങോട്ടാണ് പോന്നതെന്ന് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആ സാധു ഹൃദയം പൊട്ടി മരിച്ചേനെ. ഇതൊന്നും സഹിക്കാനുള്ള കരുത്തില്ല അവൾക്ക്. മക്കൾ തെറ്റ് ചെയ്തെന്ന് കരുതി തിരുത്താനല്ലാതെ കൊന്നുകളയാൻ പറ്റുമോ മേഡം? പ്രേംദേവ വേണിയെ നോക്കി. അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. തൻ്റെ മകനും വലിയ തെറ്റുകാരനാണെന്ന് ഉറപ്പായി. ലഹരി മരുന്ന് കേസാണ്, ചെറിയ കളിയല്ല. വെളിയിലെ ശബ്ദം കേട്ട് രൂപ ഉണർന്നു. അവളുടെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. മകൾ വാതിൽ തുറന്നു വരുന്നത് വേണി കണ്ടു. എന്താണ് മമ്മി? അവൾ അവിടേക്ക് വന്നു. പ്രേംദേവ അവളെ നോക്കി.
കൈലാസിന്റെ സഹോദരിയാണതെന്ന് അയാൾക്ക് മനസ്സിലായി. വേണി മകളെ വിവരം അറിയിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അതൊരു പോലീസ് കേസാണ്. മോൾ പോയി ഉറങ്ങിക്കോ. രൂപ പ്രേംദേവിനെയും ചാണ്ടിയെയും നോക്കി. പ്രേംദേവയെ അവൾക്ക് പരിചയമില്ലെങ്കിലും ആ കുറിയ രൂപം മനസ്സിൽ തറഞ്ഞു. അത് തന്റെ കാര്യമല്ലെന്ന് കരുതി രൂപ മുറിയിലേക്ക് പോയി. അവൻ ഇതുവരെ വന്നില്ലേ മമ്മി? രൂപ ചോദിച്ചു. ആര്? കൈലാസ്. അല്ലാതെ രാത്രി വീട്ടിലെത്താത്ത ആരാ ഇവിടെ ഉള്ളത്? അവൻ ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു, വേണി പറഞ്ഞു. കൈലാസിന്റെ ഈ പോക്കും അവന്റെ കൂട്ടുകാരും ശരിയല്ല. എന്നെങ്കിലും അവൻ ഒരു ക്രിമിനൽ കേസിൽ പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാഡിക്ക് അധികാരമുള്ളത് കൊണ്ട് എന്തു തെമാടിത്തരവും ചെയ്യാമെന്ന അഹങ്കാരമാണ് കൈലാസിന്. രൂപ മമ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവന് പോക്കറ്റ് മണിയായി കൊടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ തുകയാണ് അവൻ ചെലവാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ചെലവാക്കാൻ കൈലാസ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? താൻ കണ്ടുപിടിക്കാതിരുന്നത് മകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. സഹോദരൻ മയക്കുമരുന്ന് കള്ളക്കടത്താണ് നടത്തുന്നതെന്ന് അവൾക്കറിയില്ല. വേണിയുടെ നെറ്റി വിയർത്തു. രൂപ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. വേണി തിരിച്ചു ചെല്ലുമ്പോൾ SP CI ചാണ്ടിയോട് ചോദിക്കുകയായിരുന്നു, മയക്കുമരുന്ന് വരുന്നുവെന്ന് തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചതാരാണ്? അറിയില്ല സാർ. ഒരു വലിയ ഡ്രഗ് സ്മഗ്ലേഴ്സ് വരുന്നു, എല്ലാ വാഹനങ്ങളും തടയുകയെന്നായിരുന്നു മെസ്സേജ്. ആധികാരികമായ ഒരു ശബ്ദമായിരുന്നു. നമ്മളത് വിട്ടുകളഞ്ഞാൽ എന്റെ തൊപ്പി തെറിക്കുമോ എന്നാണ് സാർ എന്റെ ഭയം, ചാണ്ടി പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമടോ, SP പറഞ്ഞു. പ്രേംദേവ തലയിളക്കി. ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് സാർ. എന്റെ തൊപ്പി തെറിക്കുന്ന പണി കൂടിയാണ്, ചാണ്ടി പറഞ്ഞു. പ്രേംദേവ ഉത്കണ്ഠയോടെ നോക്കി. അപ്പോൾ ചാണ്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സെൽഫോൺ ശബ്ദിച്ചു. ചാണ്ടി അല്പം മാറി നിന്ന് അറ്റൻഡ് ചെയ്തു. അയാൾ സംസാരിക്കുന്നത് അവർ ഉത്കണ്ഠയോടെ നോക്കി നിന്നു. ഫോൺ ഓഫ് ചെയ്തിട്ട് ഒരു ബോംബിന് തിരികൊടുത്തിയതുപോലെ ചാണ്ടി പറഞ്ഞു, സാർ സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. 2 പത്രക്കാർ എത്തിയിരിക്കുന്നു. എന്തിന്? പ്രേംദേവ ചോദിച്ചു. അവർക്ക് എങ്ങനെയോ വിവരം കിട്ടിയിരിക്കുന്നു. എന്റെ ഈശ്വര! പ്രേംദേവിക്ക് തല കറങ്ങി. മയക്കുമരുന്നിനെ പറ്റിയാണോ അവരറിഞ്ഞത്? SP ശബ്ദം താഴ്ത്തി ചോദിച്ചു. ചാണ്ടി തലയിളക്കി. അപകടത്തിന്റെ ഭീകരത വേണിക്ക് മനസ്സിലായി. രൂപ പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു. പത്രത്തിൽ ആ സംഭവം വന്നാൽ മക്കളെല്ലാവരും അകത്താകുമെന്ന് വേണിക്കുറപ്പായി. അധ്യായം 28. വേണിയും പ്രേംദേവയും SP കൃഷ്ണദാസിനെയും ചാണ്ടിയെയും നോക്കി. പത്രക്കാരെങ്ങനെയാണോ വിവരം അറിഞ്ഞത്? SP ദേഷ്യപ്പെട്ടു. തന്റെ പോലീസുകാർ ചാരപ്പണി ചെയ്തതായിരിക്കും. അറിയില്ല സാർ, SI ആണ് വിളിച്ചത്. ഒരു വിവരവും അറിയിക്കരുതെന്നും ഒരു പോലീസുകാരുമായും സംസാരിക്കാൻ റിപ്പോർട്ടേഴ്സിനെ അനുവദിക്കരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരേതായാലും പ്രതികളെ കാണുകയില്ല, ചാണ്ടി പറഞ്ഞു. നമുക്ക് വിശ്വസിക്കാവോടോ? SIയെ വിശ്വസിക്കാം. എത്രയും പെട്ടെന്ന് കുട്ടികളെ അവിടെ നിന്നും മാറ്റണം. എന്താ തന്റെ പക്കലുള്ള മാർഗം? തന്റെ തൊപ്പി തെറിക്കാതെയുള്ള മാർഗം വേണം. കാരണം തനിക്ക് ഇൻഫർമേഷൻ തന്നയാൾ ആരാണെന്നത് ഇപ്പോഴും രഹസ്യമാണ്. ഞാൻ വിചാരിച്ചാലും തന്നെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ആളാണെന്ന് അറിയില്ലല്ലോ, SP കൃഷ്ണദാസ് ഇൻസ്പെക്ടർ ചാണ്ടിയോട് പറഞ്ഞു. ചാണ്ടി പ്രേംദേവയെ നോക്കി. പോലീസുകാർക്ക് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും. കൊടുക്കാം. എനിക്കെന്റെ മോളെ കിട്ടിയാൽ മതി. അനിതയില്ലാതെ ഞാൻ വളരെയധികം സമ്പാദിച്ചു കൂട്ടിയിട്ടെന്താ കാര്യം? പ്രേംദേവ പറഞ്ഞു. നിങ്ങളെപ്പോലൊരു അച്ഛനുണ്ടായത് വളരെ എളുപ്പമായി, ചാണ്ടി മനസ്സിൽ പറഞ്ഞു. എന്തു ബുദ്ധിയാടോ ചാണ്ടി തന്റെ കയ്യിലുള്ളത്? ഒന്ന് വേഗമാകട്ടെ. ആ പിള്ളേര് അവിടെ ഇരുന്ന് തീ തിന്നുകയാണ്. വേണിക്ക് ധൃതിയായി. മേഡം, ഇവര് 2 പേരല്ലല്ലോ ഉള്ളത്, വേറെയും 2 പേരില്ലേ? ഫ്രാൻസിസും രാജൻ ബാബുവും. രാഷ്ട്രീയം കളിച്ച് കാശുണ്ടാക്കിയവനാണ് രാജൻ ബാബുവിന്റെ അച്ഛൻ ബാബുരാജ്. അയാൾ എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ കൈലാസും വനിതയും മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ, ചാണ്ടി പറഞ്ഞു. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ മാത്രമേ ഇവനെയൊക്കെ കയ്യിൽ കിട്ടുകയുള്ളൂ. ചാണ്ടി, തനിക്ക് കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോ? ഞങ്ങൾക്ക് എതിരൊന്നുമില്ല, വേണി പറഞ്ഞു. സാർ, ഞാൻ കരുതുന്നത് ഇങ്ങനെയാണ്. പോലീസ് തടഞ്ഞപ്പോൾ സ്മഗ്ലേഴ്സ് വണ്ടി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഓടി. അവരെ കിട്ടിയില്ല. മയക്കുമരുന്നും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലായി. അപ്പോൾ മയക്കുമരുന്ന് പിടിച്ചെന്ന ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടും. കുട്ടികൾക്ക് രക്ഷപ്പെടാനാകും. ഗുഡ് ഐഡിയ, SP പറഞ്ഞു. ഇനി അവർക്ക് ആ വാൻ വേണമെങ്കിൽ അതും കൊടുക്കാം. റണ്ണിംഗ് കണ്ടീഷനുള്ള പഴയൊരു വണ്ടി ഞങ്ങൾക്ക് തന്നാൽ മതി. ബ്രൗൺ ഷുഗർ അതിലേക്ക് മാറ്റുന്നു. കാര്യം എളുപ്പം. അതിന് രാജൻ ബാബുവിന്റെ തീരുമാനം അറിയണം. താൻ ഈ രീതിയിൽ ചെയ്തോളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ ബാബുരാജിനെ വിളിച്ച് സംസാരിച്ചു കൊള്ളാം, SP നിർദ്ദേശിച്ചു. സാർ. പത്രങ്ങളുടെ ലേറ്റ് എഡിഷനുകളിൽ വാർത്ത വന്നു. CI ചാണ്ടിയുടെ 1 കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ട. പ്രതികൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ടു. വീട്ടിൽ വന്ന കൈലാസിന്റെ കർണക്കുറ്റിക്ക് കൃഷ്ണദാസ് ഒന്ന് പൊട്ടിച്ചു. എന്നു മുതലാടാ നീ കള്ളക്കടത്ത് തുടങ്ങിയത്? ഇപ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളൊന്നും പോരെ നിനക്ക്? കൈലാസ് ഒന്നും പറയാതെ തലകുനിച്ചു നിന്നു. നിന്റെ പ്രവൃത്തികൾ എനിക്ക് കൂടി നാണക്കേടായല്ലോടാ. ആരോടെങ്കിലും പറയാവുന്ന കാര്യങ്ങളാണോ? എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന് എന്തു പറ്റി? വേണി പകുതി മകനെ കുറ്റപ്പെടുത്തുകയും പകുതി പ്രാർത്ഥനയുമായി പറഞ്ഞു. രൂപ ഒരു ദൃക്സാക്ഷിയെപ്പോലെ നിന്നതേയുള്ളൂ. ഇന്നുകൊണ്ട് നിർത്തിക്കൊള്ളണം ഈ കൂട്ടുകെട്ടുകൾ. ഇനിയും അവന്മാരോടുള്ള കമ്പനി തുടർന്നാൽ ഒരു മകനേ ഉള്ളൂന്ന് ഞാൻ കരുതുകയില്ല, കൃഷ്ണദാസ് മുന്നറിയിപ്പ് കൊടുത്തു. കൈലാസ് വിഷമിച്ചു നിന്നതേയുള്ളൂ. അവന്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ വേണിയുടെ മനസ്സലിഞ്ഞു. സ്റ്റേഷനിൽ തടവിലായിരുന്ന ഓരോ നിമിഷവും അവൻ പഠിക്കുകയായിരുന്നെന്ന് അവർക്ക് തോന്നി.
അതിനെപ്പറ്റി ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. മോൻ പോയി ഉറങ്ങിക്കോ, വേണി അവനോട് പറഞ്ഞു. ഇപ്പോൾ മോന് മനസ്സിലായില്ലേ ഇല്ലീഗലായുള്ള പ്രവൃത്തികൾ ചെയ്താലുള്ള അനുഭവം? എന്തൊരു പീഡനമായി ഇത്! നിങ്ങളെക്കാൾ വിഷമിച്ചത് ഞങ്ങളാ മോനെ. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ പോലീസുകാർ ഇടിച്ചു ചതച്ചേനെ. പിന്നെ ജാമ്യമില്ലാത്ത ജയിൽവാസവും പുറംലോകം കാണാൻ പറ്റില്ല. കൈലാസ് തല ഉയർത്തി മമ്മിയെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. കൈലാസ് ശിരസ് കുനിച്ച് അവന്റെ മുറിയിലേക്ക് പോയി. അവന്റെ മുറിയിൽ ലൈറ്റ് തെളിയുകയും വാതിലടയുകയും ചെയ്തപ്പോൾ വേണു ഭർത്താവിനോട് പറഞ്ഞു, മോനൊരു മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സംഭവം അവന്റെ മനസ്സിനെ പിടിച്ചുലച്ചു കാണാം. പോലീസിന്റെ യഥാർത്ഥ സ്വഭാവം അവൻ അറിഞ്ഞത് ഇപ്പോഴല്ലേ? എസ് പിയുടെ മോനാണെന്ന് പറഞ്ഞ് വിലസുകയല്ലായിരുന്നോ മുമ്പൊക്കെ? മാറ്റമുണ്ടാകട്ടടി, അല്ലെങ്കിൽ ഇവനൊക്കെ വലിയ ക്രിമിനലുകളാകും. ഇവനെയൊക്കെ ഉപയോഗിക്കുന്ന ദുഷ്ടബുദ്ധികൾ പിറകിലുണ്ട്, അതാരും അറിയുന്നില്ല, കൃഷ്ണദാസ് പറഞ്ഞു. കിട്ടിയത് ചാണ്ടിയുടെ കയ്യിലായത് കൊണ്ടല്ലേ ഇവർ രക്ഷപ്പെട്ടത്. വല്ല സ്പെഷ്യൽ സ്ക്വാഡിന്റെയും കയ്യിലായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ വിജിലൻസിന്റെ പിടിയിൽ. ആലോചിക്കുമ്പോൾ ദേഹം കുളിര് കയറുന്നു, വേണി പറഞ്ഞു. ഇതുപോലെ ഒരു മകനുണ്ടായാൽ മതി മാനഹാനിക്ക്. വേണേൽ കിടന്നുറങ്ങിക്കോ, എന്റെ ഉറക്കം പോയി. മോന്റെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത വിഷമം, വേണി പറഞ്ഞു. കൈലാസ് തലകുനിച്ച് നമ്മുടെ മുന്നിൽ നിന്നിട്ടില്ല. കൃഷ്ണദാസ് ഒരു സിഗരറ്റ് കത്തിച്ചു. വിജയൻ മാതാ കാറ്റിൽ ഫീഡിന്റെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തി. മാർക്കറ്റിംഗ് മാനേജർ ഗോദവർമ്മയും ദേവയും മാത്രമുള്ള ഒരു കോൺഫറൻസിൽ വെച്ച് വിജയൻ പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് പബ്ലിസിറ്റിയാണ്. നമ്മളിപ്പോഴും പഴയ പാരമ്പര്യമുള്ള കമ്പനി എന്ന വലിയേട്ട മനോഭാവത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. നമ്മളെക്കാൾ വളരെ പ്രായം കുറഞ്ഞ കമ്പനികൾ ഒന്നാം സ്ഥാനക്കാരായി വളർന്നു. നമ്മുടെ പാരമ്പര്യവും പുതിയ പരസ്യതന്ത്രവും ഉണ്ടെങ്കിൽ മാതാ കാറ്റിൽ ഫീഡ് കാലിത്തീറ്റകളുടെ മാതാവായി തീരും. എക്സലന്റ് ക്യാപ്ഷൻ. മാർക്കറ്റിംഗ് മാനേജർ ഗോദവർമ്മ ഇടയിൽ കടന്നു പറഞ്ഞു. ദീപേ, ഇത് മതി. മാതാ കാറ്റിൽ ഫീഡ് കാലിത്തീറ്റകളുടെ മാതാവ്. മനോഹരമായിരിക്കും. ശരിയാണ് സാർ, ദീപ പറഞ്ഞു. നമുക്ക് ടിവിയിൽ പരസ്യം കൊടുക്കാം. പിന്നെ ടൗണുകളിലെല്ലാം വലിയ ബോർഡുകളും. വിജയൻ തന്നെ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കൂ. നമുക്കത് ഷൂട്ട് ചെയ്യാം. മാർക്കറ്റിംഗിൽ പുരോഗതി വരുത്തുവാൻ 6 മാസം എടുക്കും. പാൽ കർഷകരെ പങ്കുചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ ഗുണം ചെയ്യും, കന്നുകാലികളുടെ ഉടമകൾക്കും. എന്താണത്? ദീപയ്ക്ക് ഉത്സാഹമായി. നിലവിലുള്ള കന്നുകാലികൾക്കുള്ള തീറ്റയാണ് നമ്മെപ്പോലുള്ള കമ്പനികൾ ഉണ്ടാക്കുന്നതും വിറ്റഴിക്കാൻ വേണ്ടി മത്സരിക്കുന്നതും. അതായത് കന്നുകാലികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാക്കുന്നില്ല. വിജയൻ വിശദീകരിച്ചപ്പോൾ ഗോദവർമ്മ താല്പര്യത്തോടെ കേട്ടിരുന്നു. ചായ കുടിക്കാൻ പോലും അയാൾ മറന്നുപോയി. നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരെ ഉണ്ടാക്കുകയാണ്. കാലിത്തീറ്റയുടെ ആവശ്യക്കാർ കാലികളാണ്. അതായത് കർഷകരുടെ എണ്ണത്തിലല്ല, കാലികളുടെ എണ്ണത്തിലാണ് വർധനവ് ഉണ്ടാകേണ്ടത്. ദീപ ഗോദവർമ്മയെ നോക്കി. ഇവൻ ഭയങ്കരനാണെന്ന അർത്ഥത്തിൽ ഗോദവർമ്മ കണ്ണു കാണിച്ചു. വർമ്മ സാർ ആരെപ്പറ്റിയും പെട്ടെന്ന് നല്ല അഭിപ്രായം പറയുന്ന ആളല്ലെന്ന് ദീപയ്ക്ക് അറിയാം. കാലികളുടെ എണ്ണം പെട്ടെന്നങ്ങ് കൂട്ടാൻ പറ്റുമോ? നമ്മൾ കാലി വളർത്തൽ കൂടി തുടങ്ങണമെന്നാണോ വിജയൻ പറയുന്നത്? ദീപ ചോദിച്ചു. അല്ല, അത് നമ്മൾ തിന്നുന്നത് പോലെയല്ലേ. ഒന്നും വിറ്റെടുക്കുന്നില്ലല്ലോ, വിജയൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കന്നുകാലി സമ്പത്ത് നമ്മൾ 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. അതായത് ഇപ്പോഴുള്ള എല്ലാ കമ്പനികളും പരിശ്രമിച്ചാലും അവയ്ക്ക് വേണ്ട തീറ്റ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഈ പശുക്കൾ മുഴുവൻ തിന്നുന്നത് മാതാ കാലിത്തീറ്റയായിരിക്കും. നമ്മുടെ ഫാക്ടറി പൊളിച്ച് 20 ഇരട്ടി വലുതാക്കേണ്ടി വരും. വിജയന്റെ മുഖത്ത് നോക്കി ദേവിയും ഗോദവർമ്മയും കണ്ണുമിഴിച്ചു ഇരുന്നു പോയി. മാന്ത്രിക കഥ കേൾക്കുന്നത് പോലെ. അധ്യായം 29. മാതാ കാറ്റിൽ ഫീഡിന്റെ ഫാക്ടറി 20 ഇരട്ടി വലുതാക്കുക. മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യുക. ദീപയ്ക്ക് സ്വപ്നം കാണാൻ കൂടി കഴിഞ്ഞില്ല അതൊക്കെ. അവളും വർമ്മ സാറും ഒന്നും പറയാതെ വിജയന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. വിജയൻ തുടർന്നു. ഇപ്പോഴുള്ള കാലികളുടെ ഉടമകൾ 1-2 പശുക്കളോ എരുമകളോ ഉള്ളവരാണ്. അതുകൊണ്ട് കഷ്ടിച്ച് പാൽക്കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവർ. അവർക്കും വലിയ പ്രതീക്ഷകളുണ്ട്. 2-4 പശുക്കളെ കൂടി വാങ്ങിക്കണമെന്നും അല്പം കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെന്നും ജീവിതം കുറെ കൂടി സുഖകരമാക്കണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ ഗൈഡ് ചെയ്യാൻ ആളില്ല. വിൽപ്പനയ്ക്കല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പശുക്കളെ വളർത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിലെ വീടുകളിൽ ഒരു പശു അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ വീടുകളിലും ഒരു പശുവും പശുക്കിടാവും തൊഴുത്തും ഉണ്ടാകും. വിജയൻ പറഞ്ഞു. വർമ്മ സാറിന്റെ കണ്ണുകൾ വിടർന്നു. ഈ കർഷകരെ കൊണ്ട് ഓരോ പശുക്കളെ കൂടി വാങ്ങിപ്പിക്കുന്നു. അതിന് വേണ്ട കാലിത്തീറ്റയും ഇൻഷുറൻസും നമ്മൾ കൊടുക്കുന്നു. ഒരു പശുവുള്ളയാൾ മറ്റൊന്നുകൂടി വാങ്ങുമ്പോൾ അയാളുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വരുമാനം ഇരട്ടിയായി. കേൾക്കുമ്പോൾ നമുക്ക് അസാധ്യം എന്ന് തോന്നാം. പക്ഷേ നമ്മുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ ഏത് കർഷകനും മറ്റൊരു പശുവിനെ കൂടി വാങ്ങും. അവന് നല്ല പശുക്കളെ വാങ്ങാനുള്ള ഫാമും പാൽ വിൽക്കാനുള്ള ഏജൻസികളും നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി 200ഓളം ചെറുകിടക്കാരും വൻകിടക്കാരുമായ പശു കൃഷിക്കാരെയും ഒറ്റ പശുക്കളെ വളർത്തുന്നവരെയും ഞാൻ നേരിൽ കണ്ടു കഴിഞ്ഞു.
വലിയ ഫാമുള്ളവർക്ക് പ്ലാനിംഗ് ഉണ്ട്. സാധാരണക്കാരന് വേണ്ടത് പ്രോത്സാഹനമാണ്. പണം അവനുണ്ടാക്കിക്കൊള്ളും. എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാൻ ഒരാൾ മതി. 1 കോടി പശുക്കൾക്ക് മാത്രം കാറ്റിൽ ഫീഡ് ഇൻഷുറൻസ് പ്രീമിയം അടച്ചാൽ അതൊരു വലിയ തുകയാണെന്ന് തോന്നുമെങ്കിലും അതിൽ നിന്ന് നമുക്കുള്ള വിറ്റുവരവായി തട്ടിച്ചു നോക്കുമ്പോൾ പർവ്വതവും കടൽ തീരത്ത് കൊച്ചുകുട്ടിയുണ്ടാക്കിയ മണൽക്കുന്നും പോലുള്ള വ്യത്യാസമുണ്ട്. ആളുകൾ 90% നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങും. ഇതാണ് അതിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട്. വിജയൻ ഒരു ഫയൽ തുറന്ന് പ്ലാസ്റ്റിക് കവറിട്ട ഒരു പുസ്തകം വർമ്മ സാറിന്റെ മുന്നിൽ വെച്ചു. വർമ്മ സാർ അതെടുത്ത് പേജുകൾ മറിച്ചു. ഇത് കുറെ ഉണ്ടല്ലോ വിജയ. വർമ്മ സാറിന് അത്ഭുതം. 458 പേജുണ്ടു സാർ. ഇത്തരം ഒരു പ്രോജക്റ്റ് ആദ്യമായതുകൊണ്ട് അതിന്റെ വിശ്വാസ്യതയും സാധ്യതകളും പൂർണ്ണമായും ഡയറക്ടർ ബോർഡിന് മനസ്സിലാകാൻ വേണ്ടിയാണ് വിശദീകരിച്ചിരിക്കുന്നത്, വിജയൻ പറഞ്ഞു. വിജയൻ ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്യുകയും ഇത്രയും വലിയ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ സാധിച്ചു? ദീപയ്ക്ക് അത്ഭുതമായി. വിജയൻ മറ്റൊരു ഫയൽ അവളുടെ കയ്യിൽ കൊടുത്തു. ഇത് ഞാൻ ഇന്റർവ്യൂ ചെയ്തവരുടെ ലിസ്റ്റും അഭിപ്രായങ്ങളും അവർ വളർത്തുന്ന പശുക്കളെയും എരുമകളെയും ആടുകളെയും പറ്റിയുള്ള വിവരങ്ങളുമാണ്. അവസാനത്തെ 10 പേജ് അതിന്റെ ക്രോഡീകരണം, എന്റെ നിഗമനങ്ങളുടെ, അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ നട്ട് ഷെൽ, വിജയൻ പറഞ്ഞു. ദീപ അത് മറിച്ചു നോക്കി. അവസാനത്തെ പേജുകളിലൂടെ കണ്ണോടിച്ചു. വിജയ, ഇതിനു മുമ്പൊരു മനുഷ്യനും ഇത്ര പെട്ടെന്ന് കമ്പനി ആവശ്യപ്പെടാതെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ദീപ പറഞ്ഞു. വിജയൻ ചിരിച്ചു. മാഡം, ഞാനൊരു പോർട്ടറാ, വലിയ ഭാരം ചുമക്കുന്നവൻ. മിക്കവാറും കിൻഡലുകളായിരിക്കും എന്റെ ശിരസിൽ. ഇതൊക്കെ എനിക്ക് സഞ്ചിയിൽ തൂക്കിപ്പിടിക്കാവുന്ന ഭാരങ്ങളേ ഉള്ളൂ. ദീപ ഗോദവർമ്മയെ നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് വർമ്മ സാർ പറഞ്ഞു. മിസ്റ്റർ വിജയൻ, നിങ്ങളെ ഒരു പോർട്ടറായിട്ടല്ല ഞങ്ങൾ കരുതിയിരിക്കുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ വളർന്ന ഒരു മാർക്കറ്റിംഗ് ജീനിയസ് ആയിട്ടാണ് ദീപയും ദീപയുടെ ഡാഡി ഗോപികൃഷ്ണനും അസസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ദീപയുടെ ഡാഡി അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കരുതിയതുപോലെ നിങ്ങൾ വരുന്നുവെന്ന് അറിയുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും. വർമ്മ സാർ പുഞ്ചിരിച്ചുകൊണ്ട് ഫയൽ ദീപയുടെ നേരെ നീക്കി വെച്ചു. ചായ കുടിക്കൂ, ഇപ്പോൾ തണുത്ത് കാണും, ദീപ ഓർമ്മിപ്പിച്ചു. വിജയൻ ചായ കുടിച്ചു. അതിന്റെ തണുപ്പ് വിജയന് ഇഷ്ടമായിരുന്നു. പിറ്റേന്ന് വൈകിട്ട് ഗോപികൃഷ്ണൻ മാർക്കറ്റിംഗ് മാനേജർ ഗോദവർമ്മയെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഗാർഡനിലെ പല്ലിൽ കസേരകളിൽ ഇരുന്ന് കാറ്റുകൊള്ളുകയായിരുന്നു. അവരുടെ അടുത്തിരുന്ന് എന്തോ തമാശ പറയുന്നു ദീപ. കാറിൽ നിന്നിറങ്ങിയ വർമ്മയോട് അകത്തേക്ക് ചെല്ലാൻ ആംഗ്യം കാണിച്ചു. ഗോപികൃഷ്ണന്റെ മുറി എവിടെയാണെന്ന് വർമ്മയ്ക്ക് അറിയാം. അമ്പാടി ബംഗ്ലാവിന്റെ തെക്ക് വശത്തെ മുറിയിലാണ്. അവിടത്തെ ജനലിലൂടെ നോക്കിയാൽ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിന്റെ മുകളിലാണെന്ന് തോന്നുമായിരുന്നു. അസ്തമയം കാണാം, എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ഗോപികൃഷ്ണൻ ധാരാളം സ്വപ്നങ്ങൾ അവിടെ ഇരുന്ന് കാണുമെന്ന് വർമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ജനലിനടുത്ത് വെളിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ. പിന്നിൽ കാൽപെരുമാറ്റം കേട്ടപ്പോൾ അദ്ദേഹം വടികുത്തി തിരിഞ്ഞു നോക്കി. ഗുഡ് ഈവനിങ് മിസ്റ്റർ ഗോദവർമ്മ. ഗുഡ് ഈവനിങ് സാർ. വർമ്മ സ്നേഹവും ബഹുമാനവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. എടോ വർമ്മേ, തന്നെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. തന്നെ പോലൊരു കിഴവനെ ഇനി മാതാ കാറ്റിൽ ഫീഡിന് വേണ്ട. വളരെ നല്ലതാണ് സാർ. ഞാൻ പോകുന്നത് കൊണ്ട് ഈ കമ്പനി രക്ഷപ്പെടാനാണ് സാധ്യത, വർമ്മ പറഞ്ഞു. ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചാട്ടുളി പോലത്തെ നോട്ടം. ഞാൻ പോയാലും നിങ്ങൾ തവിടും പിണ്ണാക്കും തന്നെയാണല്ലോ പശുക്കൾക്ക് കൊടുക്കുന്നത്, അല്ലാതെ ചോക്ലേറ്റും നൂഡിൽസും ഒന്നുമല്ലല്ലോ. അതേടോ വർമ്മേ, ഞങ്ങൾ നൂഡിൽസ് കൊടുക്കും. തന്നെ കൊണ്ട് തന്നെ കുടിയിക്കും. ഞങ്ങളുടെ പശുക്കൾ കപ്പും സോസറും ഉപയോഗിച്ച് മാതാ കാറ്റൽ ഡ്രിങ്ക്സ് കുടിപ്പിക്കും. ഗോപികൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. ഒപ്പം വർമ്മയും ചിരിച്ചു. വാടോ. ഗോപികൃഷ്ണൻ വർമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഭിത്തിക്കരികിലെ കബോർഡിനടുത്തേക്ക് നടന്നു. താനും എന്റെ മോളും അടുത്തുള്ളപ്പോഴാണ് ഞാനിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞത് ആരാണെങ്കിലും ഞാൻ അയാളെ ഒന്ന് കാണാനിരിക്കുക. ഇത് നേരത്തെ എന്നോട് പറയാത്തതിന് അവനിട്ട് ഒന്ന് കൊടുക്കാൻ. എന്റെ മോള് വന്ന ശേഷം. എന്റെ പ്രായം 10 വയസ്സ് കുറഞ്ഞടോ. 10 വയസ്സൊന്നും കുറഞ്ഞിട്ടില്ല, വർമ്മ പറഞ്ഞു. പിന്നെ ഒരു 9.5. ഗോപികൃഷ്ണൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. സ്മിർനോഫ് വോഡ്ക 2 ഗ്ലാസുകളിൽ പകർത്തി ഒന്ന് വർമ്മയുടെ കയ്യിൽ കൊടുത്തു. താൻ ഇനിയും ഇങ്ങനെ തമാശ പറയാൻ വേണ്ടി 2 ലാർജ് വീതം കഴിച്ചു കഴിഞ്ഞ് ഓരോന്ന് ഒഴിച്ചുകൊണ്ട് അവർ കസേരയിൽ വന്നിരുന്നു. മുന്നിലെ ടീ പോയിന്റ് മേൽ വിജയന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് കിടന്നിരുന്നു. വർമ്മ സാർ ഇത് വായിച്ചു. എന്തു തോന്നി? വിജയന് സഫിഷ്യന്റ് പണമുണ്ടെങ്കിൽ അവനൊരു കാലിത്തീറ്റ കമ്പനി തുടങ്ങിയാൽ നമ്മളുൾപ്പെടെ എല്ലാ കമ്പനികളും പൂട്ടും. അവനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പ്രോജക്റ്റുമായി നാം വിജയൻ പറയുന്നത് പോലെ മുന്നോട്ട് പോയാൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ പശുക്കൾക്കും മാതാ കാറ്റിൽ ഫീഡായിരിക്കും തീറ്റ കൊടുക്കുന്നത്. അതെ, വിജയൻ പറഞ്ഞതുപോലെ നമ്മൾ 20 ഇരട്ടിയല്ല 200 ഇരട്ടി വലുതാക്കും. ഇത്തരം ഒരു ജീനിയസിനെ അസിസ്റ്റന്റായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. വിളിക്കടോ വിജയനെ, അവനും കൊടുക്കാം 2 സ്മോൾ, ഗോപികൃഷ്ണൻ പറഞ്ഞു. ഡാഡി,
അടുത്ത ക്ഷണം ദീപയുടെ നിലവിളിയാണ് കേട്ടത്. എടുത്തെറിഞ്ഞതുപോലെ അവൾ മുറിയിലേക്ക് വന്നു. എന്താ മോളെ? ഗോപികൃഷ്ണൻ ചോദിച്ചു. വിജയനെ ആരോ വെടിവെച്ചു കൊന്നു. കയ്യിലിരുന്ന ഫോണുമായി അവൾ നിന്ന് വിറയ്ക്കുന്നു. ഒരു നടുക്കം. അദ്ധ്യായം 30. മോളെ, നീ എന്താടീ പറയുന്നത്? ഗോപികൃഷ്ണൻ ഇരിപ്പിടത്തിൽ നിന്ന് വടിയില്ലാതെ ചാടി എണീറ്റു. ഗോദവർമ്മയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അതേ ഡാഡി, ടൗണിൽ ഉത്സവം നടക്കുകയാണ്. വിജയനും അമ്മയും ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. മറ്റൊന്നും അറിയില്ല ഡാഡി. ദീപ കരയുകയായിരുന്നു. ആരാ വിളിച്ചത്? ആർക്കാ നിന്റെ സെൽ നമ്പർ അറിയുന്നത്? എനിക്കറിയില്ല ഡാഡി. അതൊന്നും ചോദിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല. എന്റെ ഈശ്വര, വിജയൻ! ഇതിനു വേണ്ടിയായിരുന്നോ ഡാഡി നമ്മളവനെ രക്ഷിച്ചു കൊണ്ടുവന്നത്? ദീപ കുഴഞ്ഞു വീഴുമെന്ന് തോന്നി. ഗോപികൃഷ്ണൻ മകളെ നോക്കി. അയാൾ ഊന്നുവടിയെടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് ചുമലിൽ പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തി. റിലാക്സ്, റിലാക്സ് മൈ ഡിയർ ഗേൾ. സംഭവിക്കാനുള്ളത് സംഭവിക്കും. വിധിയെ നമുക്ക് തടുക്കാനാവില്ല. റിലാക്സ്. ദീപ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ഗോപികൃഷ്ണൻ അവളെ ബലമായി പിടിച്ചിരുത്തി. മോളവിടെ ഇരിക്ക്. ഡാഡി അന്വേഷിക്കട്ടെ? സാർ, എന്താണീ കേൾക്കുന്നത്? ഗോദവർമ്മ വിഷമത്തോടെ ചോദിച്ചു. അദ്ദേഹം കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. ഗോപികൃഷ്ണൻ ദീപയുടെ സെൽഫോണിൽ വിളിച്ച് ആളുടെ നമ്പർ തിരിച്ചെടുത്ത് വിളിച്ചു. ആ ലൈൻ എൻഗേജ്ഡ് ആണോ? ഗോപികൃഷ്ണൻ വർമ്മയെ നോക്കി. വർമ്മ ആ നമ്പർ വായിച്ച് ദീപയെ നോക്കി. ഈ നമ്പർ ആരുടേതാണെന്ന് മോൾക്കറിയാമോ? അത് സെൽ നമ്പർ അല്ലല്ലോ അങ്കിളെ. ചിലപ്പോൾ പബ്ലിക് ബൂത്ത് ആയിരിക്കും, ദീപ പറഞ്ഞു. നമ്മുടെ ഓഫീസിൽ മറ്റ് ആരും അറിയാതെ ഈ സംഭവം അറിഞ്ഞത് ആരാണ് മോളെ? എനിക്കറിയില്ല ഡാഡി. ഗോപികൃഷ്ണൻ ഓഫീസിലെ നമ്പർ ഡയൽ ചെയ്തു. അവിടെ അറ്റൻഡ് ചെയ്തപ്പോൾ ഗോപികൃഷ്ണൻ ചോദിച്ചു, വിജയനെപ്പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഇല്ല സാർ. ഗോപികൃഷ്ണൻ വല്ലാതായി. വർമ്മ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വിളിക്ക്. എന്തായാലും അവർ അറിയാതിരിക്കില്ലല്ലോ. കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. ഉത്സവത്തിനിടയിൽ അപകടം എന്തെങ്കിലും ഉണ്ടായോ സാർ? ആരെയോ വെടിവെച്ചെന്നൊരു ഫോൺ വന്നു. നേരാണോ? അതെ, ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡും ട്രാഫിക് പോലീസും അവിടേക്ക് പോയിട്ടുണ്ട്. എവിടെയാണ് സാർ അപകടം സംഭവിച്ചത്? സെൻട്രൽ ജംഗ്ഷനിലാണ്. കൂടുതൽ വിവരമൊന്നുമില്ല. ഉടനെ കിട്ടും. നിങ്ങൾ പിന്നീട് വിളിക്കൂ. അറ്റൻഡ് ചെയ്ത പോലീസ് ഓഫീസർ വളരെ മാന്യമായി സംസാരിച്ചു. സംഭവം ശരിയാടെ വർമ്മേ. നമുക്ക് അവിടേക്ക് പോയാലോ? എനിക്കിത് കാണാൻ വയ്യ സാർ. മൈ ഗോഡ്, വർമ്മ പറഞ്ഞു. ദീപ ഇരുകൈകളിലും മുഖം പൊത്തിയിരുന്ന് കരയുകയായിരുന്നു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. വിജയന് കമ്പനി ഫിയറ്റ് കാർ കൊടുത്തിരുന്നു. ആ കാറിലാണ് വിജയൻ അമ്മയും കൂട്ടി ഉത്സവത്തിന് പോയത്. മകന്റെ ഉയർച്ചയിൽ ശ്രീദേവി വളരെ സന്തോഷം അനുഭവിക്കുകയായിരുന്നു. ടൗണിൽ അപ്പോൾ വളരെ തിരക്കുണ്ടായിരുന്നു. ഒരു പാർട്ടിയുടെ സമ്മേളനവും ടൗണിന് നടുവിലുള്ള ഗ്രൗണ്ടിൽ വ്യവസായ എക്സിബിഷനും നടക്കുന്നുണ്ടായിരുന്നു. എക്സിബിഷനോടനുബന്ധിച്ച് അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആകർഷകമായ വളരെയേറെ ഐറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സൂവും മാജിക് ഷോയും സ്കൈ വീലുകളും എല്ലാം കൂടി മഹാ ഉത്സവത്തിന്റെ പ്രതീതി. വൈകുന്നേരമായതിനാൽ വാഹനങ്ങളുടെയും ആളുകളുടെയും അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന വിജയൻ പകുതി ഗ്ലാസ് ഉയർത്തി വെച്ചിരുന്നു. സെൻട്രൽ ജംഗ്ഷനിൽ വന്നപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. കാർ നിരങ്ങി നീങ്ങുന്നത് പോലെയാണ് പോയത്. പെട്ടെന്ന് ഗ്ലാസിന് മുകളിലൂടെ ഒരു കൈ നീണ്ടുവന്നു. തോക്ക് കണ്ടപ്പോൾ വിജയന് അപകടം മനസ്സിലായി. ആ ക്ഷണം തന്നെ വിജയൻ കയ്യിൽ പിടിച്ച് താഴേക്ക് താഴ്ത്തി. അപ്പോൾ വെടിപൊട്ടി. തന്റെ കൈയിലൂടെ എന്തോ ഉരഞ്ഞു പോയതുപോലെ വിജയന് തോന്നി. ആ ക്ഷണം വിജയൻ ഗ്ലാസ് ഉയർത്തി. ശത്രുവിന്റെ കൈ അകത്താക്കിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു. പെട്ടെന്ന് മുന്നിലെ ബസ് അതിവേഗം പോയി. പിന്നാലെ വിജയനും പോയി. 30 അടിയോളം എതിരാളിയെയും വലിച്ചുകൊണ്ട് പോയി. ബസ് നിന്നപ്പോൾ കാറ് നിർത്തി. കൈയിലെ എല്ലുകൾ ഒടിയുന്ന ശബ്ദം കേട്ടു. ഉടനെ അയാൾ കൈവലിച്ചെടുത്തുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ഓടി. അയാൾ ഒരു ട്രക്കിനെ മറികടന്ന് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. വെടിശബ്ദവും ശ്രീദേവിയുടെ നിലവിളിയും കേട്ട് ആളുകൾ ചുറ്റും കൂടി. ഒരു പോലീസുകാരനും ഓടി വന്നു. അമ്മേ, എനിക്കൊന്നും പറ്റിയില്ല, വിജയൻ പറഞ്ഞു. കോൺസ്റ്റബിൾ ചോദിച്ചു, എന്താ പറ്റിയത്? ആരോ എന്നെ വെടിവെച്ചു സാർ. പക്ഷെ ഒന്നും പറ്റിയില്ല. നിങ്ങളുടെ ഷർട്ടിൽ ചോരയല്ലേ? കോൺസ്റ്റബിൾ ചോദിച്ചു. അപ്പോഴാണ് വിജയൻ അത് ശ്രദ്ധിച്ചത്. തന്റെ ഷർട്ടിന്റെ കയ്യിൽ ചോര. വേദനയൊന്നുമില്ല, വെടിയേറ്റിരിക്കുന്നു. പോലീസുകാരൻ വയർലെസ് സെറ്റിലൂടെ മെസ്സേജ് കൊടുത്തു. അമ്മ ചോര കണ്ടപ്പോൾ നിലവിളി ഉച്ചത്തിലാക്കി. കാർ നിന്നു. ട്രാഫിക് ബ്ലോക്കായി. വിജയൻ കാറിൽ നിന്നിറങ്ങി. കൈമുട്ടിന് മുകളിൽ മാംസത്തിലൂടെ വെടിയുണ്ട കടന്നു പോയിരിക്കുന്നു. നേരിയ നീറ്റൽ അയാൾക്ക് അനുഭവപ്പെട്ടു. ഫ്ലൈയിങ് സ്ക്വാഡിലെ ജീപ്പ് പാഞ്ഞു വന്നെങ്കിലും അവിടേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. പോലീസുകാരൻ വിസിൽ കൊടുത്തു. എവിടെ നിന്നോ 4-5 പോലീസുകാർ ഓടി വന്നു. നിങ്ങൾക്ക് തലകറക്കമോ മറ്റോ ഉണ്ടോ? കോൺസ്റ്റബിൾ ചോദിച്ചു. ഇല്ല, വിജയൻ പറഞ്ഞു. നിങ്ങൾക്ക് വയ്യെങ്കിൽ കാർ ഞാൻ ഒതുക്കിയിടാം. കർത്തവ്യനിരതനായ കോൺസ്റ്റബിൾ കാർ ഒതുക്കിയിട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ സൗകര്യമുണ്ടാക്കി. സാർ, ആരാ നിങ്ങളെ വെടിവെച്ചത്? മറ്റൊരു കോൺസ്റ്റബിൾ ചോദിച്ചു. എനിക്കറിയില്ല. അയാളെ ഞാൻ കണ്ടിട്ടില്ല, വിജയൻ പറഞ്ഞു.
അപ്പോഴേക്കും ട്രാഫിക് പോലീസിന്റെ ജീപ്പ് പാഞ്ഞു വന്നു. ആ ജീപ്പിലാണ് വിജയനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഗോപികൃഷ്ണനും ദീപയും വർമ്മയും കാറിൽ കയറി ടൗണിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും പരിഭ്രമത്തോടെ അവരെ നോക്കി നിന്നു. ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ദീപയുടെ സെൽഫോൺ ശബ്ദിച്ചത്. ഹലോ. ദീപ അറ്റൻഡ് ചെയ്തു. മേഡം, ഞാൻ വിജയനാണ്. ഓ ഗോഡ്. അവൾ നിലവിളിച്ചു പോയി. സത്യമായും ഇത് നിങ്ങൾ തന്നെയാണോ? അതെ. എനിക്ക് മറ്റൊരു ഫോൺ വന്നു. വിഷയം പറയാനാവാതെ അവൾ പറഞ്ഞു. നിങ്ങൾ എവിടെയാണ്? ഞാൻ ഹോസ്പിറ്റലിലാണ്. എന്നെ ആരോ വെടിവെച്ചു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ. ദീപ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ഡാഡി, വിജയൻ. അവൾ ഫോൺ ഗോപികൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു. വിജയ. ഗോപികൃഷ്ണൻ ഉത്കണ്ഠയോടെ വിളിച്ചു. വർമ്മ ശ്വാസമടക്കി അദ്ദേഹത്തെ നോക്കി. ഈ സമയം അസ്വസ്ഥനായി ഇരിക്കുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടി. ഫോൺ വന്നപ്പോൾ അയാൾ അറ്റൻഡ് ചെയ്തു. നിന്റെ മറ്റവൻ എന്ത് മരത്തലേനാടോ ചാണ്ടി? SP കൃഷ്ണദാസ് അലറി. സാർ, ഒരബദ്ധം. ഷട്ടപ്പ്. അവനെ പോലീസോ നാട്ടുകാരോ പിടികൂടിയിരുന്നെങ്കിൽ താനെവിടെ പോകുമായിരുന്നെന്നറിയാമോ? സാർ, എനിക്ക് കൂടുതൽ വിവരമൊന്നും അറിയില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് പോകുന്നു. വന്നിട്ട് കാണാം സാർ. ചാണ്ടി വിഭ്രാന്തിയോടെ ഫോൺ വെച്ചു. അധ്യായം 31. വിജയന്റെ മുറിവ് ഡ്രസ്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ദീപയും ഗോപികൃഷ്ണനും ഗോദവർമ്മയും ഹോസ്പിറ്റലിൽ എത്തിയത്. അവരെ കണ്ടപ്പോൾ ശ്രീദേവി അമ്മ കരയാൻ തുടങ്ങി. അമ്മ എന്തിനാ കരയുന്നത്? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്തു സംഭവിക്കാനാണ്? അല്പം മാറിയിരുന്നെങ്കിൽ കഴിയില്ലായിരുന്നോ എന്റെ മോന്റെ കഥ? ശ്രീദേവി കണ്ണീരൊഴുക്കി. ദീപയ്ക്കും ഗോപികൃഷ്ണനും വർമ്മയ്ക്കും വിഷമമായി. ഞങ്ങൾ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ മോന്റെ പിന്നാലെ ശത്രുക്കൾ വരുന്നത്? ശ്രീദേവി കണ്ണു തുടച്ചു. വിജയൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, കിടന്നോളൂ. ഗോപികൃഷ്ണൻ അയാളെ തടഞ്ഞു. അത്രയ്ക്കൊന്നുമില്ല സാറേ. ഒരു വെടിയുണ്ടയ്ക്കൊന്നും എന്നെ കൊല്ലാൻ കഴിയില്ല. വിജയൻ വെടിയേൽക്കാത്ത കൈകുത്തി എഴുന്നേറ്റിരുന്നു. മരിച്ചിട്ട് ഉയർന്ന ഒരാളെ കാണുന്നത് പോലെയാണ് ദീപ വിജയനെ നോക്കിയത്. എന്റെ മോനെ, നീ മരിച്ചെന്ന ഞങ്ങൾക്ക് കിട്ടിയ അറിവ്, അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവൻ എടുത്തുപോയി. പിന്നെ വിജയന്റെ ഫോൺ വന്നപ്പോൾ വിശ്വസിക്കാനായില്ല. ഗോദവർമ്മ പറഞ്ഞു. ആ ശബ്ദത്തിന് കരച്ചിലിന്റെ നനവുണ്ടായിരുന്നു. നിന്നെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അത് കേട്ടത്. ജീവിതത്തിൽ ഒരിക്കലും ഞാനിങ്ങനെ ഷോക്കടിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. വിജയ, ആരാണ് നിന്നെ വെടിവെച്ചത്? അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഗോപികൃഷ്ണൻ ഗൗരവത്തിൽ ചോദിച്ചു. വിജയൻ ആ മനുഷ്യനെ ഓർക്കാൻ ശ്രമിച്ചു. ഞാൻ അയാളെ ഓർക്കുന്നില്ല സാർ. എന്താണ് സംഭവിച്ചത്? അയാൾ വിജയനെ തെരഞ്ഞു പിടിച്ചത് എങ്ങനെയാണ്? ദീപ ചോദിച്ചു. അതിനകം അവൾ ശ്രീദേവിയുടെ കണ്ണീരൊപ്പുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അമ്മയും കൂട്ടി ഉത്സവത്തിന് വന്നതാണ്. ഇതുവരെ അമ്മ ഉത്സവത്തിന് പോയതായി എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ തയ്യാറായി. എനിക്കൊരു ജോലി കിട്ടി. അമ്മ ആശിച്ചതുപോലെ ഒരു സ്ഥാനത്തെത്തിയത് കൊണ്ടാണ് ഉത്സവം ആഘോഷിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. എനിക്കും വളരെ സന്തോഷമായി. കാരണം അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമെങ്കിലും നൽകാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യമായിരുന്നു എനിക്ക്. ട്രാഫിക്കിനിടയിൽ അപകടമുണ്ടായത് പറഞ്ഞപ്പോൾ ദീപയുടെ മുഖത്ത് ഭയവും ഉത്കണ്ഠയും തെളിയുന്നത് വിജയൻ കണ്ടു. അയാളെ വിജയന് പരിചയമില്ലെങ്കിൽ എന്തിനാണ് അയാൾ കൊല്ലാൻ ശ്രമിച്ചത്? വർമ്മ ചോദിച്ചു. ഇത് വാടക ഗുണ്ടകളുടെ കാലമല്ലേ വർമ്മേ? കാലിത്തീറ്റ വിറ്റ് നടക്കുന്ന നമ്മൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? വിജയ, അയാൾ ആളുമാറി കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ ആലോചിച്ചു നോക്കി. പക്ഷെ അയാൾ എന്നെ തിരിച്ചറിഞ്ഞ ശേഷം ഗ്ലാസിന് മുകളിലൂടെ തോക്ക് നീട്ടുകയായിരുന്നു. അപ്പോൾ വേഗത തീരെ കുറവായിരുന്നു. അയാൾക്ക് തെറ്റുപറ്റിയതല്ല. ഞാൻ കയ്യിൽ പിടിക്കുമെന്ന് അയാൾ കരുതിയില്ല. വിജയൻ പറഞ്ഞു. അയാളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും അല്ലേ? അതെ. മറ്റ് എപ്പോഴെങ്കിലും ഒരു കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടോ? ഉണ്ട്, വണ്ടിത്താവളത്തിൽ വെച്ച്. എനിക്ക് ജോലി കിട്ടിയതിന്റെ ഒരാഘോഷം എല്ലാവരും കൂടി നടത്തി. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ചെറിയൊരു പ്രശ്നമുണ്ടായി. ഞങ്ങൾക്ക് അപരിചിതരായ ചിലർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഓടിപ്പൊയ്ക്കളഞ്ഞു. വിജയൻ ആരാണ് ശത്രു? ഗോപികൃഷ്ണൻ ചോദിച്ചു. നമ്മുടെ എതിരാളികളാണോ? മാതാ കാറ്റിൽ ഫീഡ് വളരാൻ പോകുകയാണെന്നറിഞ്ഞ് കടയ്ക്ക് കത്തിവെക്കുന്നവർ? വർമ്മ ചോദിച്ചു. അങ്ങനെ വരാൻ വഴിയില്ല. കാരണം വിജയന്റെ പെർഫോമൻസും അതിന്റെ റിസൾട്ടും നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മളിപ്പോഴും കടലാസിൽ തന്നെയാണ്. ഗോപികൃഷ്ണൻ പറഞ്ഞു. വേദനിക്കുന്നുണ്ടോ വിജയ? ദീപ ചോദിച്ചു. ഇല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവന് വേദന വല്ലതും പ്രശ്നമാണോ? വിജയൻ ചിരിച്ചു. ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് മോളെ, ശ്രീദേവി പറഞ്ഞു. എല്ലാം നിസാരമാ. 2 പോലീസുകാർ വാതിൽ കടന്നു വന്നു. അവർക്ക് ഗോപികൃഷ്ണനെ അറിയാമായിരുന്നു. കേസെടുക്കണം സാർ. അതിന് വിജയന്റെ സ്റ്റേറ്റ്മെന്റ് വേണം. പട്ടാപ്പകൽ കൊല്ലാൻ ശ്രമിച്ചാൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ആരുടെ ജൂറിഡിക്ഷന്റെ കീഴിലാണ് സംഭവം നടന്ന സ്ഥലം?
ഗോപികൃഷ്ണൻ ഹെഡ് കോൺസ്റ്റബിളിനോട് തിരക്കി. സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടി സാറിന്റെ ഏരിയയാണ് സാർ. ഒരു അറ്റൻഡർ ഓടി വന്നു. വിജയ, ഈ ടൗണിലുള്ള പോർട്ടർമാരും ഓട്ടോറിക്ഷക്കാരും ആശുപത്രിയുടെ മുന്നിൽ വന്നിരിക്കുകയാ. അവർ അകത്തേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമത്തിലാണ്. വിജയന് ഒന്നും സംഭവിച്ചില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അതിനിപ്പോൾ എന്തു ചെയ്യണം? വർമ്മ ചോദിച്ചു. അവരെ മുഴുവൻ ഇപ്പോൾ ഇങ്ങോട്ട് കടത്തിവിട്ടാൽ ആശുപത്രി പൊളിക്കും സാറേ. ഡോക്ടർ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വിജയൻ മരിച്ചുപോയെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്, അറ്റൻഡർ പറഞ്ഞു. അത് പ്രശ്നമാണല്ലോ. വിജയന്റെ കൂട്ടുകാരാണല്ലേ? ഗോപികൃഷ്ണൻ ചോദിച്ചു. അതെ, എന്നാൽ വിജയൻ ചെന്ന് അവരെ കാണും. വിജയനെ കാണുമ്പോൾ അവരടങ്ങിക്കൊള്ളും, ദീപ നിർദ്ദേശിച്ചു. അതേ മോനെ, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ കേട്ട പാതി കേൾക്കാത്ത പാതി അവരിങ്ങോട്ട് ഓടി വന്നത്. അമ്മയും ദീപയെ പിന്താങ്ങി. അത് ശരിയാ, വിജയൻ വന്നാൽ മതി. അറ്റൻഡർ പിൻവാങ്ങി. ഞാനിപ്പോൾ വരാം, പോലീസുകാരോട് പറഞ്ഞിട്ട് വിജയൻ വെളിയിലേക്ക് പോയി. പിന്നാലെ ഗോപികൃഷ്ണനും വർമ്മയും ദീപയും. ഇയാളെ തേടി ഇത്രയും ആളുകളോ? ഇവനൊരു ഇലക്ഷനിൽ നിന്നാൽ ചിലപ്പോൾ ജയിച്ചേക്കുമല്ലേടോ, ഹെഡ് കോൺസ്റ്റബിൾ കൂടെയുള്ള ആളോട് പറഞ്ഞു. ദീപ തിരിഞ്ഞു നോക്കിയതുകൊണ്ട് എന്തോ പറയാനാഞ്ഞ കോൺസ്റ്റബിൾ നിർത്തി. ഹോസ്പിറ്റലിലേക്ക് ഇടിച്ചു കയറാൻ വാച്ചർമാരുമായി ഉന്തും തള്ളുമായി നടത്തിക്കൊണ്ടിരുന്ന തന്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ വിജയന് സന്തോഷം തോന്നി. അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അതാ വിജയൻ, കാളിദാസൻ വിളിച്ചു പറഞ്ഞു. വിജയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉമ്മർ ചേട്ടനും കൂട്ടുകാരും ചോദിച്ചു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. വിജയൻ കൈയുയർത്തി കാണിച്ചു. അവരുടെ സ്നേഹപ്രകടനം കണ്ട് വിജയന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഗോപികൃഷ്ണൻ വർമ്മയെ നോക്കി. ദീപയും അത്ര നിഷ്കളങ്കമായ ഒരു സ്നേഹം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. SP കൃഷ്ണദാസിനെ പോലീസ് ക്ലബിൽ വെച്ചാണ് CA ചാണ്ടി കണ്ടത്. നിന്റെ കൊലയാളി എന്ത് മരങ്ങോടനാ ചാണ്ടി? SP ദേഷ്യപ്പെട്ടു. സാർ, അയാൾക്കെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഗിരിദാസിന് ഇതിനു മുമ്പിങ്ങനെ സംഭവിച്ചിട്ടില്ല. എടോ, അവന്റെ കൈയൊടിഞ്ഞെന്നാ കേട്ടത്. അവൻ എവിടെയാ? അറിയില്ല സാർ. അവന്റെ കയ്യിൽ ഏതെങ്കിലും പോലീസുകാരൻ പിടിച്ചാൽ സത്യം പറയില്ലേടോ? പിന്നെ താനും ഞാനും അകത്തല്ലേടോ? ഇനി വാടക കൊലയാളിയെ അയച്ച് കൊല നടത്തിയെന്ന ആരോപണം കൂടിയേ വരാനുള്ളൂ. വറചട്ടിയിൽ നിന്ന് ഇരുതിയിലേക്ക് വീണതുപോലെയാണല്ലോടോ ഞാൻ ഈ കേസ് നിന്നെ ഏൽപ്പിച്ചത്. സോറി സാർ, ഞാൻ അയാളെ കണ്ടുപിടിക്കാം. ആരും ഗിരിദാസിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. എടോ, വിജയൻ അവനെ ഓർത്തിരുന്നാലോ? അവൻ നിസ്സാരക്കാരനല്ല. ഒന്നുമല്ലേലും എന്റെ ബ്ലഡ് അല്ലേ? SP ചോദിച്ചു. CA ചാണ്ടി SP കൃഷ്ണദാസിനെ തറപ്പിച്ചു നോക്കി. രാത്രി 11 മണിക്ക് ഹോട്ടലിലെ ബാറിൽ നിന്നിറങ്ങിയ ഫ്രാൻസിസും രാജൻ ബാബുവും കൈലാസും വാനിനടുത്തേക്ക് ചെന്നു. രാജൻ ബാബു തന്റെ ചുവന്ന മാരുതി വാനിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അപ്പോൾ ഒരാൾ അകത്തിരിക്കുന്നതായി തോന്നി. രാജൻ ബാബു ലൈറ്റിട്ടു. പിൻസീറ്റിലിരുന്ന ആളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അയാൾ ശ്വാസമടക്കി കൈലാസിനെയും ഫ്രാൻസിസിനെയും നോക്കി. ഇലക്ട്രിക് ലൈനിൽ അറിയാതെ പിടിച്ചതുപോലെ ഷോക്കേറ്റ് നിൽക്കുകയായിരുന്നു അവർ. അധ്യായം 32. 30 വയസ്സുള്ള ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. ഒരു സിഗരറ്റ് കടിച്ചു പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇരുനിറമുള്ള ആ മനുഷ്യന് യാതൊരു പ്രത്യേകതയുമില്ലായിരുന്നു. രാജൻ ബാബുവിന്റെയും കൈലാസിന്റെയും ഫ്രാൻസിസിന്റെയും പരിഭ്രാന്തി കണ്ടപ്പോൾ അയാളൊന്ന് പുഞ്ചിരിച്ചിട്ട് അവരെ രൂക്ഷമായി നോക്കി. തന്തമാര് വലിയവരായതുകൊണ്ട് മക്കൾ കേസിൽ നിന്ന് ഊരി മയക്കുമരുന്ന് കൊണ്ടുവന്ന വാൻ പോലും രക്ഷിച്ചു. പകരം ഒരു ചക്കട കാറിൽ മയക്കുമരുന്ന് പിടിച്ചതിന് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ബഹുമതി. 1 കോടിയുടെ ബ്രൗൺ ഷുഗർ പിടിച്ച ധീരസാഹസികനായ പോലീസുകാരൻ. പത്രത്തിൽ വായിച്ചു. ആ മനുഷ്യൻ അവരെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭം, നഷ്ടം എനിക്ക് മാത്രം. നഷ്ടപ്പെട്ടതിന്റെ വില നിങ്ങൾക്കറിയാമോ? അയാൾ ചോദിച്ചു. അഷ്ടമാ? രാജൻ ബാബു വിറച്ചുപോയി. അപ്പോൾ നിനക്കെന്റെ പേരറിയാം, എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, അയാൾ ചോദിച്ചു. പിന്നെയും സിഗരറ്റ് കടിച്ചു പിടിച്ചു. രാജൻ ബാബു കൈലാസിനെയും ഫ്രാൻസിസിനെയും നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു അവർ. വാൻ ഉപേക്ഷിച്ച് ഓടിയാലോ എന്ന് പോലും രാജൻ ബാബുവിന് തോന്നി. ആ ബ്രൗൺ ഷുഗറോ അതിന്റെ വിലയോ തിരിച്ചു വാങ്ങാനാണ് അഷ്ടമൻ വന്നിരിക്കുന്നത്. അതവിടെ നിന്ന് കൊടുക്കും. തങ്ങൾ വെറും ശമ്പളം പറ്റിയ കാരിയേഴ്സാണ്. മയക്കുമരുന്നിന്റെ വില ദശലക്ഷങ്ങളാണ്. അതയാൾ തിരിച്ച് ആവശ്യപ്പെടും. തങ്ങൾ വിചാരിച്ചാൽ 1 ലക്ഷം രൂപ പോലും ഉണ്ടാക്കാനാവില്ല. രാജൻ ബാബുവിന് തലകറങ്ങി. ഫ്രാൻസിസിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. തനിക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുമായിരുന്ന പണമാണ് മാതാ കാറ്റിൽ ഫീൽഡിലെ ജോലിക്ക് വേണ്ടി കൊടുത്തത്. അതും വെള്ളത്തിലായി. ഇക്കാര്യം പറഞ്ഞിനി വീട്ടിലേക്ക് ഇനി ചെല്ലാൻ പറ്റില്ല. കൈലാസിനാണെങ്കിൽ നാട് വിട്ടു പോവുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. മമ്മിയോടോ ഡാഡിയോടോ പണം ചോദിക്കാൻ പറ്റില്ല. സഹോദരിയുടെ മുന്നിൽ പോലും ഞാൻ വിലയില്ലാത്തവനായി തീർന്നിരിക്കുന്നു. അയാൾ രാജൻ ബാബുവിന്റെ ചുമലിൽ പിടിച്ചു. എല്ലാവരും വണ്ടിയിൽ കയറ്, അഷ്ടമൻ നിർദ്ദേശിച്ചു. അവർക്കനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രാജൻ ബാബു ആണ് ഡ്രൈവ് ചെയ്തത്. അടുത്ത് ഫ്രാൻസിസ്, അഷ്ടമന്റെ കൂടെ കൈലാസ്. അഷ്ടമൻ നിർദ്ദേശിച്ച വഴിയിലൂടെ വാൻ ഓടി. അതൊരു വീടിന്റെ മുന്നിൽ നിന്നു. വീടിന്റെ പോർച്ചിൽ
ലൈറ്റ് ഉണ്ടായിരുന്നു. ആ വീട് അവർക്ക് തീരെ പരിചയമില്ലായിരുന്നു. ഇറങ്ങടാ, കൈലാസിനോട് അഷ്ടമൻ പറഞ്ഞു. എല്ലാവരും ഇറങ്ങി. അഷ്ടമനോട് എതിരിടാനുള്ള കരുത്തിലായിരുന്നു. അഷ്ടമൻ എന്തു ചെയ്യാനുള്ള പുറപ്പാടാണെന്നറിയില്ല. മൂവരും ഇറങ്ങി പരസ്പരം നോക്കി. അഷ്ടമ, ഞങ്ങളുടെ കുറ്റമല്ല, കൈലാസ് ഒരു വിധത്തിൽ പറഞ്ഞു. നായിന്റെ മോനെ. അഷ്ടമന്റെ ഭാവം മാറി. തല പോയാലും നിങ്ങളെന്റെ ചരക്ക് പോർട്ടിലെത്തിക്കുമെന്നല്ലേ പറഞ്ഞത്? SP-യുടെ മോനാണ്. ഒരു പോലീസുകാരനും ഈ സിറ്റിയിൽ നിങ്ങളെ പിടിക്കില്ല എന്നൊക്കെയല്ലേടാ കഴിവേറി നീ പറഞ്ഞത്? അതെ, പക്ഷേ കൈലാസ് ബാക്കി പറയാതെ നിർത്തി. അതിന് കാരണം റോഡിൽ 2 കാറുകൾ വന്നു നിന്നതാണ്. ഗേറ്റിനോട് ചേർന്ന് നിന്ന ആ കാറുകളിൽ നിന്നിറങ്ങി അവരെ നോക്കി. വീട്ടിൽ നിന്നുള്ള വെളിച്ചത്തിൽ അവരുടെ മുഖം വ്യക്തമല്ലായിരുന്നു. പക്ഷേ അവരുടെ രൂപത്തിൽ നിന്ന് അവർ കരുത്തന്മാരാണെന്ന് തോന്നി. അവർ കാറിനടുത്ത് കാത്തു നിൽക്കുന്നത് പോലെ ഓരോ സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി വലിക്കാൻ തുടങ്ങി. ആ കാറുകൾക്കുള്ളിൽ നിറയെ ഗുണ്ടകളാണെന്നും അഷ്ടമൻ ഒന്ന് വിരൽ ഞൊടിച്ചാൽ അവർ കാറിൽ നിന്നിറങ്ങി വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നിങ്ങൾക്ക് നഷ്ടമില്ല. ചരക്ക് പോർട്ടിലെത്തിക്കാനായി 2 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ നിങ്ങൾ അഡ്വാൻസായി വാങ്ങി. കിട്ടിയ പണം മുഴുവൻ വ്യഭിചരിച്ചു തീർത്തു, ശരിയല്ലേ? അഷ്ടമൻ എല്ലാവരെയും മാറി മാറി നോക്കി. അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ജോലി ചെയ്യണ അന്നും നീയെന്നും അതിനോട് ആത്മാർത്ഥത കാണിച്ചില്ല. ആ വാനിലും പെണ്ണിനെ കൊണ്ടുപോയി സുഖിച്ചു. നിനക്കറിയാമോ, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഞാൻ ജോലി സമയത്ത് ഒരു പെണ്ണിനെ പോലും കൂട്ടാറില്ല. ജോലി ദൈവമാണ്. ദൈവത്തിന്റെ അടുത്ത് പ്രലോഭിപ്പിക്കുന്ന പിശാചുക്കൾ പാടില്ല. അഷ്ടമൻ പറഞ്ഞു. നിങ്ങൾക്കൊന്നും നഷ്ടമില്ല. ഞാൻ ആ ചരക്കിനെ വിലമതിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. ഞാനത് നഷ്ടപ്പെടുത്തണോ? 3 പേരും വെളിയിൽ നിൽക്കുന്നവരെ നോക്കി. വേണ്ട, ഫ്രാൻസിസ് മറുപടി പറഞ്ഞു. ഞാൻ ആ കാശ് നഷ്ടപ്പെടുത്തില്ല. നിങ്ങളാ പണം എനിക്ക് തരണം. 25 ലക്ഷം രൂപ. അത്രയും രൂപ? രാജൻ ബാബു കണ്ണുമിഴിച്ചു. അതെ, ആ രൂപ എനിക്ക് കിട്ടണം. ആ പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ? കൈലാസ് തലയിളക്കി. എന്റെ ആളുകളാ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി. നീയൊന്നും പിന്നെ ജീവിച്ചിരിക്കില്ല. പക്ഷെ നിങ്ങളെ ഞാൻ കൊല്ലില്ല. കൊന്നാൽ എനിക്ക് പണം കിട്ടില്ല. പണം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കൈ ഞാൻ വെട്ടിയെടുക്കും. 1 മാസത്തെ അവധിക്ക് 1 മാസത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ അടുത്ത കൈയും ഞാൻ വെട്ടും. പിന്നെ ഒരു കാല്, പിന്നെ അടുത്തത്. അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഷ്ടമൻ അവരെ നോക്കി. 3 പേരുടെയും മുഖം രക്തം വാർന്നതുപോലെ വിളറി നിൽക്കുകയായിരുന്നു. അഷ്ടമന്റെ കൈ ആദ്യം വീണത് കൈലാസിന്റെ മുഖത്താണ്. അടികൊണ്ട കൈലാസിന്റെ കണ്ണുകളിലൂടെ തീ പറന്നു. അടുത്ത അടി വീണത് ഫ്രാൻസിസിന്റെ കരണത്താണ്. പിന്നീട് രാജൻ ബാബുവിന്. ഒന്ന് നിലവിളിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. നിന്റെ തന്തയൊക്കെ ഭയങ്കരന്മാരായിരിക്കാം, പക്ഷേ അവരെക്കാൾ ഭയങ്കരനാണ് ഞാൻ. 2 ദിവസം കൊണ്ട് നിങ്ങളെന്റെ പണം തരണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൈ ഞാൻ വെട്ടും. കൊല്ലില്ല. പണം തരുന്നതുവരെ ഓരോ അവയവങ്ങൾ തിരിച്ചെടുക്കും. അവരത് കേട്ട് തരിച്ചു നിന്നു. പൊയ്ക്കോ, കൊല്ലില്ല ഞാൻ, അഷ്ടമൻ പറഞ്ഞു. അവർ വിറയ്ക്കുന്ന കാലടികളോടെ വാനിൽ കയറി ഓടിച്ചുപോയി. വീട്ടിൽ വന്ന കൈലാസിന്റെ കവിളിൽ രക്തം തിണർത്ത പാട് കണ്ട് വേണി ചോദിച്ചു. എന്തു പറ്റി മോനെ? എന്നെ അഷ്ടമൻ കൊല്ലും. രക്ഷപ്പെടാൻ 25 ലക്ഷം രൂപ വേണം. 25 ലക്ഷം രൂപയോ? ആ കള്ളക്കടത്തുകാരനോ? വേണി ശബ്ദമുയർത്തി. വേഗം ഡാഡിയെ വിളിക്കടാ. ഡാഡിയെ വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ കയ്യും കാലും അയാൾ വെട്ടിയെടുക്കും. കൈലാസ് പറഞ്ഞത് കേട്ട് വേണി നടുങ്ങി നിന്നു. ബാക്കി ഭാഗം നാളെ.